ഹായ് സ്റ്റുഡൻറ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഇതിലായിരുന്നു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൽ ലാസ്റ്റ് കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ഗുഡ് വില്ല് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്താണ് ഗുഡ് വില്ല് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ 3 മെത്തേഡ്സ് പറയാം. ദ ഫസ്റ്റ് വൺ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, the second one super profit method, the last one capitalization method. Okay, സോ അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിൽ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ. എങ്ങനെയാണ് ഗുഡ് വില്ല് അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ആൾറെഡി പറഞ്ഞു. ഇനി ആ കാൽക്കുലേറ്റ് ചെയ്ത ഗുഡ് വില്ല് നമുക്ക് എങ്ങനെയാണ് അത് എന്ത് ചെയ്യാൻ പറ്റുക, ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പഠിക്കും. The new partners acquire his or her profit maximum excess better as per AS10 accounting standards ഉണ്ട്. നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. So goodwill should be recorded in the books of account only some consideration in money has been paid for it. എപ്പോൾ മാത്രമേ ഗുഡ്വില്ല് നമ്മൾ റെക്കോർഡ് ചെയ്യണ്ടുള്ളൂ? അതിനൊരു പൈസ ആയിട്ട് ആരെങ്കിലും ഗുഡ്വില്ലിൻ്റെ കൊണ്ടുവരുമ്പോൾ മാത്രമേ നമ്മളത് ഇതാക്കേണ്ട ആവശ്യം. Thus, if a new partner does not bring necessary cash for goodwill, no goodwill account can be raised in the books of account. പുതിയൊരു പാർട്ണർ വരുമ്പോൾ ഗുഡ്വിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ ഗുഡ്വില്ലിൻ്റെ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. യുവർ ഷുഡ് പേ ദ ഗുഡ്വിൽ ഇൻ അഡീഷൻ കോൺട്രിബ്യൂഷൻ ഓഫ് ക്യാപിറ്റൽ. ഈ ക്യാപിറ്റലിൻ്റെ പുറമെ ആയിട്ട് കമ്പനിയിലോട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇത് അവരെന്ത് ചെയ്യണം, ഗുഡ്വില്ലൂടെ കൊണ്ടുവരണം എന്നാണ്. അതായത് ഗുഡ്വില്ലായിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് there is different situation relating treatment of goodwill. ഗുഡ്വില്ല് ട്രീറ്റ് ചെയ്യാൻ നോക്കട്ടെ, പല ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് വരാം. ഫസ്റ്റ് ഒന്നാണ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ ന്യൂ പാർട്ണർ. ഈ ഒരു ന്യൂ പാർട്ണർ ആകുമ്പോൾ പല രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഗുഡ്വില്ലിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാറ്. ഫസ്റ്റ് വൺ, വെൻ ദ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ ഈസ് പെയ്ഡ് പ്രൈവറ്റ്ലി ബൈ ന്യൂ പാർട്ണർ. ന്യൂ പാർട്ണർ എന്ത് ചെയ്യുന്നു, ഗുഡ്വില്ല് പ്രൈവറ്റ് ആയിട്ട് അടക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്. പിന്നെ വെൻ ന്യൂ പാർട്ണർ ബ്രിങ്സ് ഹിസ് ഓർ ഹിസ് ഗുഡ്വിൽ ക്യാഷ്, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്ന ഗുഡ്വിൽ. ഓക്കെ, അല്ലെങ്കിലോ വെൻ എ ന്യൂ പാർട്ണർ ഡസ് നോട്ട് ബ്രിങ് ഓർ ഹിംസെൽഫ് ഗുഡ്വിൽ ഇൻ ക്യാഷ്. ചിലപ്പോൾ പാർട്ണർ എന്ത് ചെയ്യില്ല, ഗുഡ്വിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരില്ല. അപ്പോൾ ഈ 3 കേസുകളിലും എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കാം. ഫസ്റ്റ് വൺ, ദ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ വിൽ പെയ്ഡ് പ്രൈവറ്റ്ലി ബൈ ദ പാർട്ണർ. അതായത് പ്രൈവറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇഫ് ദ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ ഇസ് പെയ്ഡ് ബൈ ന്യൂ പാർട്ണർ പ്രൈവറ്റ്ലി നോ ജർജ്. നമ്മുടെ ഇതിന്റെ പാർട്ട്നേഴ്സിന് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ ആയിട്ടല്ല കൊടുക്കും, ഈ പാർട്ട്നേഴ്സിന് ഒരു എമൗണ്ട് കൊടുക്കും. ഇപ്പോൾ 3 പാർട്ട്നേഴ്സിന് എല്ലാവർക്കും വെച്ചൊരു 16 പേർക്ക് ഒരു ഗുഡ്വില്ലിൻ്റെ എമൗണ്ട്. അത് ബിസിനസ്സായിട്ട് ഒരു ബന്ധമല്ല, മനസ്സിലായി. പുതിയൊരാൾ വരുമ്പോൾ അവർ ഇത്രയും കാലം നടത്തിയില്ല, അപ്പോൾ അവിടെ ഒരു ഗുഡ്വില്ല് അങ്ങനെ പ്രൈവറ്റ് ആയിട്ട് കൊടുക്കാം, മനസ്സിലായി. അങ്ങനെ വെച്ചാൽ ഒരു ട്രാൻസാക്ഷനും അത് എന്തില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് എഫക്ട് ചെയ്യില്ല. മനസ്സിലാവുന്നുണ്ട്? സോ അപ്പോൾ അതങ്ങനെയാണ് പ്രൈവറ്റ്ലി സെറ്റ് ചെയ്തു. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ കാര്യമായിട്ട് എടുക്കുന്നു. ഈ രണ്ടാണ്, the new partner brings his or her goodwill with cash and the amount goodwill is retained in the business. ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നു, ഗുഡ്വിൽ എന്ത് ചെയ്തു, ക്യാഷ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്, വെൻ ദ ന്യൂ പാർട്ണർ ഗുഡ്വിൽ ഇൻ ക്യാഷിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ദ എമൗണ്ട് ബ്രിങ് ദ ന്യൂ പാർട്ണർ ട്രാൻസ്ഫർ ടു എക്സിസ്റ്റിംഗ് പാർട്ണർ സാക്രിഫൈങ് റേഷ്യോ. ഓക്കെ, if the goodwill is upon the balance sheet of existing partner, it will be written off immediately in exchange ratio of the partner dividing the sum. നോക്ക്, ഫസ്റ്റ് എന്തൊക്കെ എൻട്രീസ് ആണ് അപ്പോൾ ഗുഡ്വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുവരാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ദ എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം വിൽ ബി റിട്ടൺ ഓഫ് ഇൻ എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. അപ്പോൾ നമ്മൾ ആൾറെഡി ഗുഡ്വില്ല് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആ ബിസിനസ്സിൽ ഗുഡ്വിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം അത് റൈറ്റ് ഓഫ് ചെയ്യണം. ഉള്ള ഗുഡ്വിൽ ഫുള്ള് എന്ത് ചെയ്യണം, ക്യാപിറ്റലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതായത് എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് അക്സെപ്റ്റ് ടു ഗുഡ്വിൽ അക്കൗണ്ട്. ഓക്കെ, എന്തിന്,
എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ഗുഡ് വിൽ എന്ത് ചെയ്യണം നമ്മൾ ഗുഡ് വിൽ എന്ന അസറ്റ് ആണ് അപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ആയിട്ട് പോയിക്കോളും ഓക്കെ എന്നിട്ട് ഏത് റേഷ്യോയിൽ എക്സിസ്റ്റിംഗ് റേഷ്യോ അതായത് ഈ പാർട്ട്ണറെ മുമ്പേ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആ റേഷ്യോ ഫോർ ദ ബ്രിങ് ദ ക്യാഷ് ദ ക്യാപിറ്റൽ ആൻഡ് ഗുഡ് വിൽ ഏതാണ് ഓക്കെ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർക്ക് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ക്യാഷ് കൊണ്ടുവരുമ്പോൾ ക്യാഷ് ആൻഡ് ബാങ്ക് ടു ഗുഡ് വിൽ പ്രീമിയം അക്കൗണ്ട് ടു ക്യാപിറ്റൽ നമ്പർ അപ്പോൾ അയാൾ കൊണ്ടുവരുന്നത് ഗുഡ് വില്ല് പ്ലസ് എന്തായിരിക്കും പാർട്ട്ണർഷിപ്പിന്റെ എന്തായിരിക്കും ക്യാപിറ്റൽ ആയിരിക്കും അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ഗുഡ് വില്ലായിരിക്കും ബാക്കി അത്രയും എമൗണ്ട് എന്ത് ചെയ്യും ബാങ്കിലോട്ട് വരും ഫോർ എമൗണ്ട് ഗുഡ് വിൽ ട്രാൻസ്ഫർ ടു എക്സിസ്റ്റിംഗ് പാർട്ട്ണർ ക്യാപിറ്റൽ പിന്നെ എന്ത് ചെയ്യുക എക്സിസ്റ്റിംഗ് പാർട്ട്ണർ ഇതിലൂടെ എന്ത് ചെയ്യുക ഗുഡ് വില്ല് ട്രാൻസ്ഫർ ചെയ്യുക അപ്പോൾ നോക്കിക്കോ അതിൻ്റെ എന്താണ് ഗുഡ് വിൽ അക്കൗണ്ട് ടു എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഏത് മെത്തേഡിലാണ് ചെയ്യുന്നത് നമ്മൾ രണ്ട് മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു പെർമനൻസി മെത്തേഡും പിന്നെ ഫ്ലക്ച്വേറ്റിംഗ് സോ ഏതിലാണ് നമ്മൾ കീപ്പിംഗ് അതിൽ ഓക്കെ ഒരു ഇല്ലുസ്ട്രേഷൻസിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം സനയ ആൻഡ് സുമിത് ആർ പാരൻസ് ഇൻ ദ ഫോം ഷെയറിംഗ് പ്രോഫിറ്റ് 5:3 എന്ന് പറയുന്നതിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്ത് ദേ അഡ്മിറ്റഡ് ഗൗരി ആസ് എ ന്യൂ പാർട്ണർ 1/4 ഷെയർ ഇൻ പ്രോഫിറ്റ് എന്താ 1 ഷെയർ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആരെ ഗൗരിനെ അഡ്മിറ്റ് ചെയ്യും ദ ഗൗരി ബ്രിങ്സ് 30,000 ഫോർ ഹെർ ഗുഡ് വിൽ ആൻഡ് 1,20,000 ഫോർ ക്യാപിറ്റൽ 30,000 രൂപ ഗുഡ് വിൽ ആയിട്ടും ബാക്കി 1,20,000 രൂപ എന്തായിട്ടും ക്യാപിറ്റലായിട്ടും കൊണ്ടുവന്നു make the journal entries in the books of firm at the next of the new profit share ratio 2:1:1 ആയിരുന്നു ഓക്കെ അതായത് ഇപ്പോൾ ഇതിന്ന് ഇതിലോട്ട് മാറി ഓക്കെ ഗൗരി കൊണ്ടുവന്നത് ഗുഡ് വില്ല് 30,000 കൊടുന്നു ക്യാപിറ്റൽ 1,20,000 കൊടുന്നു എങ്ങനെയാണ് അതിന്റെ എൻട്രി നോക്കിയിട്ട് ഫസ്റ്റ് നമ്മൾ സാക്രിഫൈസ് റേഷ്യോ ആണ് ഫസ്റ്റ് നോക്കണം തന്നെ എത്ര സാക്രിഫൈ ചെയ്ത് ആദ്യം അവർക്ക് എക്സിസ്റ്റിംഗ് റേഷ്യോ നമ്മുടെ വർക്കിംഗ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷൻസ് അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ എക്സിസ്റ്റിംഗ് റേഷ്യോ എത്ര 5/8 അതായത് ഇവർക്ക് 3:5 എന്ന് പറഞ്ഞ റേഷ്യോയിലായിരുന്നു ഇവരുടെ പ്രോഫിറ്റ് റേഷ്യോ അതായത് തനയൊക്കെ എത്ര ഉണ്ടായിരുന്നു 5/8 ഉണ്ടായിരുന്നു അത് പിന്നെ എത്ര ആയിട്ട് മാറി 2:1:1 ആയില്ലേ അപ്പോൾ 2/4 ആയി അപ്പോൾ അത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് സാക്രിഫൈ റേഷ്യോ 1/8 സുമിതിന് 3/8 ഉണ്ടായിരുന്നു 1/4 ന്യൂ റേഷ്യോയിലോട്ട് കൺവേർട്ട് ആയി അവിടെയും സാക്രിഫൈസ് റേഷ്യോ 1/8 അപ്പോൾ അതായത് ഇവർ തമ്മിൽ സാക്രിഫൈ എന്ന് പറഞ്ഞാൽ 1:1 രണ്ടാളും സാക്രിഫൈ ചെയ്യുന്നത് ഈക്വൽ അല്ലെങ്കിൽ സെയിം റേഷ്യോ ഇനി അപ്പോൾ അത് ഓക്കെ ഇനി എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ഫസ്റ്റ് എത്ര വരും ബാങ്കിൽ ഗൗരി ബാങ്കിലോട്ട് എത്ര ഇടും 1,50,000 അതിൽ 30,000 എന്താണ് ഗുഡ് വില്ല അപ്പോൾ ഗുഡ് വില്ലോട്ട് 30,000 ടു ഗൗരി ക്യാപിറ്റൽ 1,20,000 ഓക്കെ അപ്പോൾ ക്യാപിറ്റൽ ഗൗരിക്ക് 1,20,000 ബാക്കി 30,000 ഗുഡ് വില്ല് ഇനി ഗുഡ് വില്ലും പ്രീമിയം എന്ത് ചെയ്യണം ഇവിടെ രണ്ടാൾക്കും സാക്രിഫൈ റേഷ്യോ 1:1 ആണെന്നുണ്ടായി അതായത് രണ്ടാളും സാക്രിഫൈ ചെയ്യുന്നത് ഈക്വൽ ആയിട്ടാണ് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ ഏതാണ് ആ റേഷ്യോ അതിൽ ഡിവൈഡ് ചെയ്യേണ്ടി വരും ഇവിടെ ഈക്വൽ ആയതുകൊണ്ട് രണ്ടാളും ആ ഗുഡ് വില്ല് മുമ്പുള്ള ആളുടെ ഇതിലോട്ട് എന്ത് ചെയ്യുന്നു 30,000 വെച്ചിട്ട് എന്ത് ചെയ്യുന്നു ട്രാൻസ്ഫർ ചെയ്യുന്നു 15,000 വെച്ച് ട്രാൻസ്ഫർ ചെയ്യും ഇത്രേ ഉള്ളൂ കണ്ടോ അപ്പോൾ ആ 30,000 ആൾറെഡി ഉള്ള ആൾക്കാർ അവർ സാക്രിഫൈ റേഷ്യോ ഏതാണോ അതിൽ അവരത് വിരിച്ചു ഗുഡ് വില്ലിന്റെ ട്രീറ്റ്മെന്റ് അതാണ് ഓക്കെ വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം ഈ ഗുഡ് വില്ല് വിഡ്രോ ചെയ്യാം അപ്പം എന്താ എൻട്രി വരിക എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാപിറ്റൽ കുറയും അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യും ക്യാഷ് അക്കൗണ്ട് വേണമെങ്കിൽ 15,000 അവർക്ക് വിഡ്രോ ചെയ്തിട്ട് ഇനി in previous illustration it is assumed that full amount of goodwill is withdrawn by Tanay and Samir goodwillum ഇവരും എന്ത് ചെയ്തു വിഡ്രോ ചെയ്തു make the journal entries in the form ഫോമിന്റെ ഇതിൽ എന്ത് ചെയ്യുക എങ്ങനെയാണ് വെച്ചാൽ ഒന്നുമില്ല തനായ ക്യാപിറ്റലും മറ്റൊരു രണ്ടാളും 15,000 വെച്ച് ബാങ്കിൽ നിന്ന് എത്ര കുറയും ചെയ്യും 30,000 കുറയും ചെയ്യും ആ 30,000 അവർ വിഡ്രോ ചെയ്യും 20,000 അടിക്കും ഇനി മൂന്നാമത്തെ കേസ്
The new partner does not bring or his or share goodwill in cash. ക്യാഷ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, അവരുടെ ഗുഡ്വില്ലോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ എന്ത് എൻട്രി ചെയ്യുക? When goodwill is calculated, the new partner not able to bring his goodwill in cash. ന്യൂ പാർട്ണർ എന്തല്ല, അവരുടെ ഗുഡ്വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുപോകാൻ തയ്യാറല്ല. The goodwill adjusted through the new partner capital account. ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആയിട്ട് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ. അതിന്റെ എൻട്രി നോക്കിക്കോ, ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു എക്സിസ്റ്റിംഗ് പാർട്ണർ ക്യാപിറ്റൽ. ന്യൂ പാർട്ണറുടെ ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് എമൗണ്ട് എടുത്തിട്ട് എക്സിസ്റ്റിംഗ് പാർട്ണറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കിക്കോ. ഫോർ എക്സാമ്പിൾ, Ashmita and Sahil are partners. Profit share ratio 3:2. They are agreed to ചാരുവിനെ അവർ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അവരുടെ പ്രോഫിറ്റ് ബിസിനസ്സിലോട്ട് എടുക്കാൻ തീരുമാനിച്ചു. എത്ര? 1/5 ഷെയർ പ്രോഫിറ്റ്, ഫ്യൂച്ചർ പ്രോഫിറ്റ് എത്ര കൊടുക്കാം? 5-1 കൊടുക്കാം എന്ന് പറഞ്ഞത്. ചാരു ബ്രിങ്സ് 2.5 lakh, 2.5 ലക്ഷം ആര് കൊണ്ടുവന്നു? ചാരു കൊണ്ടുവന്നു. ആസ് ക്യാപിറ്റലായിട്ട് അണേബിൾ ടു ബ്രിങ് ഹെർ ഷെയർ ഗുഡ്വിൽ ക്യാഷ്. ഗുഡ്വില്ല് എന്തായത് ക്യാഷ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ആര് പറഞ്ഞു? ചാരു പറഞ്ഞു. ദ ഗുഡ്വിൽ വിൽ ബി ഫ്രോം ദിസ് വാല്യൂഡ് 1 lakh each. ഗുഡ്വില്ല് എത്രയായിട്ടാണ് കണക്കാക്കുന്നത്? 1,80,000 ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ 3 മെത്തേഡ് വെച്ചല്ലോ, അതിൽ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ ഗുഡ്വിൽ എന്ന് പറയുന്നത് 1,80,000. അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഗുഡ്വിൽ existed in the books of the firm at 80,000. At the admission എടുത്തപ്പോൾ goodwill existed in the books of the firm at 80,000. ഓക്കെ, അവരെടുത്തപ്പോൾ ബുക്സിൽ ഉണ്ടായിരുന്ന അഡ്മിഷൻ എന്ന് പറയുന്നത് 80,000. മേക്ക് ദ ജേർണലിസ്റ്റ് ഓക്കെ, അതായത് 80,000 ആൾറെഡി ബുക്സിലുണ്ട്. സോ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ചാരു പൈസ കൊണ്ടുവരുന്നു. അപ്പൊ എന്ത് ചെയ്യും? ബാങ്ക് അക്കൗണ്ട് ചാരൂസ് ക്യാപിറ്റൽ എത്ര? 2,50,000 ഉണ്ടാവും. എന്നിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ ഉള്ള ഗുഡ്വിൽ അക്കൗണ്ട് റിട്ടേൺ ഓഫ് ചെയ്യും. അതായത് ഗുഡ്വിൽ ഇപ്പൊ ഉള്ളത് അത് ഫുള്ള് ക്യാൻസൽ ചെയ്യും. അപ്പൊ അതിനെന്താ എൻട്രി ചെയ്ത? അഷ്മിത ക്യാപിറ്റൽ അക്കൗണ്ട്, സാഹിൽ ക്യാപിറ്റൽ അക്കൗണ്ട്. 80,000 അല്ലേ? ഈ 80,000 ആദ്യം റിട്ടേൺ ഓഫ് ചെയ്യണം. ഇപ്പോഴത്തെ റേഷ്യോ എത്ര? അഡ്മിറ്റ് ചെയ്യുന്നതിന് 3:2. അപ്പൊ ആദ്യം ഈ 3:2 50,000 3/2 3/4 അല്ലെ ഒരാൾക്ക്, മറ്റവർക്ക് 80,000 2/5 4 കാരണം 3 + 2 5. അപ്പൊ എത്ര കിട്ടും അറിയോ? 80,000 ഇൻറ്റു 3/5 48,000 കിട്ടും. മറ്റാൾക്ക് 32,000 കിട്ടും. ഇതാണ് അവരുടെ എക്സിസ്റ്റിംഗ് ഗുഡ്വില്ല്. അപ്പൊ ആദ്യം ഇതെന്ത് റിട്ടേൺ ഓഫ് ചെയ്യണം, ഇത് ഒഴിവാക്കാം. അത് ഒഴിവാക്കി, അപ്പൊ ആദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ അത്രയും കുറയണം. കാരണം ക്യാപിറ്റൽ ആ ഗുഡ്വില്ലൂടെ കിടക്കുന്നുണ്ട്. അപ്പൊ അത് കുറച്ചു. അപ്പൊ ക്യാപിറ്റൽ കുറച്ചു, ഗുഡ്വിൽ എന്ന് പറഞ്ഞ അസറ്റും കുറഞ്ഞു, 80,000 ഇല്ല. ഇനി നമ്മൾ പുതിയൊരു ഇത് ഉണ്ടാക്കാം. ഇനി ചാരോസ് ക്യാപിറ്റലിൽ നിന്ന് എന്നിട്ട് എന്ത് ചെയ്തു? ഗുഡ്വിൽ എടുത്തു. എത്ര? 36,000. അതെങ്ങനെ കണ്ടോ നോക്കിക്കോ. വാല്യൂ ഓഫ് ഗുഡ്വിൽ എന്ന് പറയുന്നത് എത്ര? 1,80,000 അല്ലേ? അത് കാൽക്കുലേറ്റ് ചെയ്തു. അത് ചാരുവിന്റെ പ്രോഫിറ്റ് എത്ര? 1/5. അതില് അപ്പൊ ആ 1/5 എന്ന് പറഞ്ഞാൽ അത്രയും എമൗണ്ട് ഓഫ് ഗുഡ്വിൽ എന്ത് ചെയ്യണം? അതാണ് ചാരു കൊണ്ടുവരേണ്ട ഗുഡ്വിൽ. ചാരു കൊണ്ടുവന്നില്ല എങ്കിൽ കൂടെ ഈ എമൗണ്ട് എന്ത് ചെയ്യണം? ഗുഡ്വില്ലായിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പൊ ആ ഗുഡ്വിൽ 36,000 അതെന്ത് ചെയ്തു? ആഷ്മീതക്കും സാഹിലിനും ഏത് റേഷ്യോയിൽ കൊടുത്തു? 3:2 എന്ന് പറഞ്ഞ റേഷ്യോയിൽ കൊടുത്തു. 3:2 എന്ന് പറഞ്ഞാല് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അതിൽ കൊടുത്തു. അതാണ് 21,000 14,000. ഇങ്ങനെയാണ് ഇത് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി ഇനി കുറച്ച് ഗുഡ്വിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ എൻട്രി? അതെന്താ വെച്ചാൽ ഫസ്റ്റ് ഗുഡ്വിൽ കൊണ്ടുവരുമ്പോൾ ആ ഗുഡ്വിൽ പ്രീമിയം അക്കൗണ്ടിലോട്ട് പോകുക. ബാക്കി എമൗണ്ട് ഉണ്ടാവില്ലേ, കുറച്ചുകൂടെ ഗുഡ്വിൽ കൊണ്ടുവരാനുണ്ട്, അത് നമ്മുടെ അവരുടെ ക്യാപിറ്റലിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇല്ലസ്ട്രേഷൻ 13. സാനു ആൻഡ് സുനീത് ആർ പാർട്ട്നേഴ്സ്. ഷെയറിംഗ് പ്രോഫിറ്റ് റേഷ്യോ 5:3. അവര് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന ഏത് റേഷ്യോയിലാണ്? 5:3. They admit Tarun into the firm 1/6 of the. തരുൺ അവരാകുന്നത് എന്തിനും
1/6 of the profit, which takes 1/18 of Taru and 2/8 from the Punil. അതായത് ഇവര് രണ്ടാളും ഇയാൾ 1/8, അതായത് സാക്രിഫൈസിങ് റേഷ്യോ, ഇവരുടെ പ്രോഫിറ്റ് കുറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഷെയർ കുറഞ്ഞില്ല, അത് എത്ര, ഒരാളുടെ 1/18 കുറഞ്ഞു, മറ്റാളുടെ എത്ര കുറഞ്ഞു, 2/18 കുറഞ്ഞു. Taru brings 9,000 as എന്ത് ഗുഡ്വിൽ ഔട്ട് ഓഫ് ഹിസ് ഷെയർ. 9,000 എന്തിനു ഗുഡ്വിൽ ആയിട്ട് കൊണ്ടുവന്നു. പിന്നെ 12,000, ഓക്കെ, 12,000-ന് 9,000 ഗുഡ്വിൽ ആയിട്ട് വന്നു, 3,000 കൊടുത്തിട്ടുണ്ട്. നോ ഗുഡ്വിൽ അക്കൗണ്ട് അപ്പിയേഴ്സ് ഇൻ ദ ബുക്സ് ഓഫ് ബോത്ത്. ഓക്കെ, തരുൺ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഗുഡ്വിൽ എന്ന് പറഞ്ഞിട്ട് എവിടെ ഇല്ല, നമ്മുടെ ബുക്സിൽ ഇല്ല ഇത്. അപ്പൊ മേക്ക് ഇറ്റ് ജനറൽ. അപ്പൊ എന്താ, ഫസ്റ്റ് 9,000 കൊണ്ടുവന്നു. 9,000 കൊണ്ടുവരുമ്പോൾ തന്നെ അത് എന്ത് ചെയ്യണം, ഗുഡ്വിൽ പ്രീമിയം അക്കൗണ്ടിലോട്ട് കൊണ്ടുവരണം. ഇനി കൊണ്ടുവരാത്തൊരു അക്കൗണ്ട് ഉണ്ട് അല്ലേ, അപ്പൊ നോക്കണം ആ ഒരു പൈസ, അതായത് 12,000 ആണ് ശരിക്കും ഗുഡ്വിൽ, അതിൽ 9,000 തരുണോ, ബാക്കി തരാത്ത 3,000 അല്ലേ, അത് തരുണിന്റെ ക്യാപിറ്റലിൽ നിന്ന് എടുക്കും. അങ്ങനെ തരുണിന്റെ ക്യാപിറ്റലിൽ നിന്ന് എടുത്തിട്ട് അത് ഇപ്പത്തെ സാനുവിന്റെയും പുനീതിന്റെയും അക്കൗണ്ടിലോട്ട് ഏത് റേഷ്യോയിൽ ഇടണം, 5:3. അല്ല, 5:3 അല്ല, അവരുടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഏത് റേഷ്യോയിലാന്ന് അറിയാം, സാക്രിഫൈങ് റേഷ്യോയിലാണ്. സാക്രിഫൈങ് റേഷ്യോ എന്ന് പറയുന്നത് ഏതാ, ഒരാളുടെ 1/18 ആണ്, ഒരാളുടെ 2/18 ആണ്. അപ്പൊ സാക്രിഫൈങ് റേഷ്യോ ഏതാ വരിക, 1:2. കാരണം 1/18 ഡബിൾ അല്ലടാ മറ്റാള്, അപ്പൊ ആരാ കൂടുതൽ സാക്രിഫൈ ചെയ്യുന്നത്, അയാൾക്ക് കൂടുതൽ ഗുഡ്വിൽ കിട്ടണം, നിർബന്ധമല്ലേ. ഇനി അടുത്തതാണ്, അപ്പൊ അതോടുകൂടി അത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്തു, ഒരാൾ അഡ്മിറ്റ് ചെയ്തു. ഇനി അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് റിസർവ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. റിസർവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്, പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ പല എമൗണ്ട്സ് മാറ്റി വെച്ചിട്ടുണ്ടാവും, അതിന് ഞാൻ റിസർവ് എന്ന് പറയും. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന പ്രോഫിറ്റ് ഇല്ലേ, ഇതിനൊക്കെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പ്രോഫിറ്റ് ഷെയർ ഇൻ ദ ടൈം ഓഫ് ചേഞ്ചിങ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. പ്രോഫിറ്റ് ഷെയർ ഒരാൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറും. There was a reserve accumulated profit അല്ലെങ്കിൽ existing from, അതായത് ഇതുവരെ ചെയ്തിട്ടുള്ള പ്രോഫിറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസും ഉണ്ടാവും. അതുപോലെ തന്നെ കുറെ റിസർവ് ഒക്കെ വന്നിട്ടുണ്ടാവും. അത് ഇതുവരെ ചെയ്ത ബിസിനസിന്റെ റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ പുതിയൊരാളെ അപ്പോയിന്റ് ചെയ്യാം. അപ്പൊ ഈ റിസർവിന് പുതിയ ആൾക്ക് വല്ല അവകാശമുണ്ടോ? അപ്പൊ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. ദീസ് കുഡ് ബി ട്രാൻസ്ഫേർഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇപ്പൊ ഇതുവരെയുള്ള റിസർവ് അതുപോലെ തന്നെ പ്രോഫിറ്റ് ഇതൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ. അല്ലെങ്കിൽ എന്താ പ്രശ്നം, ഈ റിസർവിൽ പുതിയ ഒന്നൊരാളുണ്ടാവില്ലേ, അയാൾക്കും അവകാശം. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യും, ഒക്കെ ഇതിലോട്ട് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. അല്ലെങ്കിൽ ഒരു പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട്, അത് ഏത് ഇതിനെ നമ്മൾ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. എന്തിന്, ഇൻ ദർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. The reason for such a transfer is these reserve accumulated profit and loss have come to existence before the changing profit sharing ratio. Hence, belong the partners in their old profit sharing ratio. Therefore, they are possible. നോക്കിക്കോ എങ്ങനെയാണ് അതിന്റെ. ഇനി the reason എന്താ, the transfer this reserve and accumulated profit. ഈ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഹാവ് ടു കം ടു എക്സിസ്റ്റൻസ് ബിഫോർ ദ ചേഞ്ച് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇപ്പോഴത്തെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്യല്ലോ, വേറെ ഒരാൾ വന്നപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ടാവും, ചേഞ്ച് ആവും. അപ്പൊ അതിന് മുമ്പുള്ള റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് മുമ്പത്തുള്ളവർക്ക് മാത്രമേ ബാധകമുള്ളൂ. ഈ റിസർവ് എന്നൊക്കെ പറഞ്ഞാൽ പൈസയാണ്, നമ്മളെ പ്രോഫിറ്റ് എടുത്തു വെച്ചതാണ് റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതൊക്കെ ആർക്ക് മാത്രമേ ബാധകമുള്ളൂ, ഇയാൾ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ളൂ. മനസ്സിലായി. അപ്പൊ എങ്ങനെയാണ് അതിന്റെ എൻട്രീസ് ഫോർ ട്രാൻസ്ഫർ റിസർവ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. റിസർവ് ഇതൊക്കെ എന്ത് ചെയ്യാൻ നമ്മൾ പറഞ്ഞ ആൾറെഡി എന്ത് ചെയ്യണം, അത് ക്യാപിറ്റലോട്ടാണ് ആദ്യം ട്രാൻസ്ഫർ ചെയ്യും, ഓൾഡ് റേഷ്യോയിൽ. ഓക്കെ, അതായത് തുടക്കത്തിലുള്ള റേഷ്യോ. അത് ഇയാൾ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പാണ്. എൻ്റെ എൻട്രിയാണ് റിസർവ് ആൻഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ. എന്തെങ്കിലും വേറെ കോമ്പൻസേഷൻ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എന്നിട്ട് എന്ത് ചെയ്യുക, ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്.
ഫോർ ട്രാൻസ്ഫറിങ് ഇനി അക്യുമുലേറ്റഡ് ലോസ് ആവാം, അതും പ്രോഫിറ്റ് ആണെന്ന് ലോസ് ആണെങ്കിലും അതും ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ട് ഇല്ലുസ്ട്രേഷൻ 14 നോക്കുമ്പോൾ പെട്ടെന്ന് Seed and Gita partners sharing profit ratio and 2:1. സീതയും ഗീതയും എന്താണ്, പാർട്ട്നേഴ്സ് ആണ്. അവർ പ്രോഫിറ്റും ലോസും ഏത് റേഷ്യോയിലാണ് ഷെയർ ചെയ്യുന്നത്? 2:1. ഫ്രം ദ ഏപ്രിൽ 2013 ഏപ്രിൽ മുതൽ ദേ ഡിസൈഡ് ടു ഷെയർ പ്രോഫിറ്റ് 3:2. ഓക്കെ, അവരെന്നെ ഈ 2:1 എന്നുള്ളത് ഏതാക്കണം? 3:2. On the date the profit and loss account is debited with debit balance. Debit balance 6 ലക്ഷം ഉണ്ട്. The recorded entries for the distribution of balance in the profit and loss. സോ നോക്കിക്കോ എങ്ങനെയാണെന്നുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താണ്? ഡെബിറ്റ് ബാലൻസ്. ഓക്കെ, എത്ര? 6 lakh. അപ്പൊ നോക്കടാ, ഇവിടെ നമുക്കറിയാം എന്ത്, ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എവിടെ ബാലൻസ് കൂടുതലുള്ളത്? ലോസ് അക്കൗണ്ട് ഷോർട്ട് ഡെബിറ്റ് ബാലൻസ് 6 ലക്ഷം. ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ്. ഓക്കെ, എത്ര രൂപയാണ് ബാലൻസ് ഉള്ളത്? 6 ലക്ഷം. അതായത് 6 ലക്ഷം ബാലൻസ് കൂടുതലാണ് ഡെബിറ്റ് സൈഡിൽ ദാൻ ക്രെഡിറ്റ് സൈഡ്. എവിടെ? ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്. സോ അതുകൊണ്ട് 6 ലക്ഷം ഡെബിറ്റ് സൈഡ് കൂടുതലാന്ന് പറഞ്ഞാൽ എന്താ? 6 ലക്ഷം ലോസ്. അപ്പൊ ഈ ലോസ് എന്ത് ചെയ്യണം? ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഓട്ടോമാറ്റിക്കലി നമ്മൾ ലോസ് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ കൂടുകയോ കുറയാണ് ചെയ്യും. അപ്പോൾ ക്യാപിറ്റൽ എന്ത് ചെയ്യേണ്ടി വരും? ഡെബിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഈ 6 ലക്ഷം ആർക്ക് ഈക്വലായിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഏത് റേഷ്യോയിൽ ഈ ലോസ് ആദ്യം ട്രാൻസ്ഫർ ചെയ്യണം? ഈ ഓൾഡ് റേഷ്യോ 2:1. അതായത് 6 ലക്ഷം ഇൻറ്റു ഫസ്റ്റത്തെ ആൾക്ക് ഇതൊക്കെ എത്ര രൂപയെന്നറിയോ? 2/3. 2/3 എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 4 lakh കിട്ടും. അപ്പൊ 4 lakh ആർക്ക് കൊടുക്കണം? സീതക്ക് കൊടുക്കണം. ഗീതക്കോ? ഗീതക്ക് 1/3. അതെത്ര വരും? 2 ലക്ഷം. അപ്പൊ ഇതാണ് ഇവരിപ്പോ ഇതാക്കുന്നത്. അപ്പൊ ആദ്യം ഈ ലോസ് ആണ് ട്രാൻസ്ഫർ ചെയ്യും. ലോസ് ട്രാൻസ്ഫർ ചെയ്യുന്ന എല്ലാ എൻട്രിയാണ്. സീതക്ക് 4 ലക്ഷം, 2/3 ഓഫ് 6 lakh. ഗീതക്ക് 1/3, 2 lakh. ഓക്കെ, അപ്പൊ അത്രയും ലോസ് അവർ ബിയർ ചെയ്തു, ക്യാപിറ്റൽ കുറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും നല്ല അങ്ങനെയാണ് ട്രാൻസ്ഫർ. ഓക്കെ, ഇത് ഇപ്പോ ലോസ് ആയതുകൊണ്ട് എങ്ങനെ? പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് നേരെ തിരിച്ചു ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നാരേഷൻ. ഇല്ലുസ്ട്രേഷൻ 5. ABS പാർട്ട്നേഴ്സ്. ഇങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ഓഫ്. പിന്നെ ഇവർക്ക് ഏത് റേഷ്യോയിൽ തന്നെ ചേഞ്ച് ചെയ്യാം? പിന്നെ ഇവർക്ക് ബാക്കിയുള്ള പ്രോഫിറ്റ് ഏത് റേഷ്യോയിൽ? അങ്ങനെയാണ് ചേഞ്ച് ഓഫ് എന്താ പറയാ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ അതുവരെ ഉള്ളത് വരെയൊക്കെ എന്ത് ചെയ്യണം? ഉള്ള പ്രോഫിറ്റ് ഇപ്പൊ ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. ഇനിയിപ്പോ ന്യൂ അഡ്മിഷൻ എന്ന് പറഞ്ഞു വേറൊരാൾ അഡ്മിറ്റ് ചെയ്യുമ്പോഴും റിസർവിന്റെ ട്രീറ്റ്മെന്റ് ഇങ്ങനെ തന്നെയാണ്. അതുവരെ ഉള്ള റിസർവ് ഒക്കെ എന്ത് ചെയ്യണം? ആദ്യം ഓൾഡ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എന്നിട്ട് പിന്നെ 0 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ABC are running illustration 15. Okay, ABC are partners sharing profit 4:3:2 from April 2014 മുതൽ. They decided to share profit equally. ഈക്വലി എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ റേഷ്യോ 1:1. അപ്പൊ അവര് ചേഞ്ച് ചെയ്യാൻ പോകും. ഇത് രണ്ട് രൂപത്തിൽ ചേഞ്ച് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് അവര് ജസ്റ്റ് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ച പ്രോഫിറ്റ്, അല്ലെങ്കിലോ വേറെ പുതിയ പാർട്ണർ വരുമ്പോൾ സെയിം എൻട്രീസ് ശ്രദ്ധിക്കണം. On the books of credit balance showed 36,000 in the profit and loss account balance 9 ലക്ഷം. In the general reserve. General reserve എത്ര ഉണ്ട്? 9 ലക്ഷം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട്? ക്രെഡിറ്റ് ബാലൻസ് 36 ലക്ഷം. അപ്പൊ 36 ലക്ഷം ക്രെഡിറ്റ് ബാലൻസ് വന്നുണ്ട്. പ്രോഫിറ്റ് ആണ്, ക്രെഡിറ്റ് കൂടുതലാണ്, 36 ലക്ഷം കൂടുതലാണ്. അതുപോലെ തന്നെ ജനറൽ റിസർവ് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ കഴിഞ്ഞ വർഷത്തൊക്കെ എന്തായിരിക്കും പ്രോഫിറ്റ് ഒക്കെ ആയിരിക്കും. അത് എത്ര ഉണ്ട്? 9 ലക്ഷം. അപ്പൊ ടോട്ടൽ ശരിക്കും എത്ര ലക്ഷം ഉണ്ട്? 36 ലക്ഷം പ്ലസ് 9 ലക്ഷത്തെ പഴയത് 45 ലക്ഷം ഉണ്ട് പ്രോഫിറ്റ് ഉണ്ട്.
ഓക്കെ, അല്ലെങ്കിൽ റിസർവും പ്രോഫിറ്റും പാടെ എല്ലാം വന്നു. അപ്പോൾ ഇതിന് ഏത് റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്യും? ഓൾഡ് റേഷ്യോയിൽ, അതായത് 4:3. അപ്പോൾ എങ്ങനെ 45 lakhs ഇൻറ്റു 4 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. 4 + 3 എത്ര? 7 9. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ 45 ഇൻറ്റു 4 എത്ര വരും അറിയോ? കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 45 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 9 എത്ര വരും? 20 lakhs വരും. അപ്പോൾ ആദ്യത്തെ ആൾക്ക് 20 ലക്ഷം, രണ്ടാമത്തതോ 45 lakhs ഇൻറ്റു 3/9 എത്ര വരും? 15 lakhs വരും. ലാസ്റ്റത്തെ ആൾക്ക് 45 lakhs ഇൻറ്റു 2/9 എത്ര വരും? 10 lakhs വരും. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 45 lakhs. അപ്പോൾ നോക്കിക്കോ, എല്ലാവരുടെ ക്യാപിറ്റലോട്ട് എന്ത് വരും? ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ ക്യാപിറ്റലും കൂടും. ക്യാപിറ്റൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഇനി നമ്മുടെ ഇല്ലസ്ട്രേഷൻ ഫസ്റ്റ്. XYZ sharing profit and loss 3:2:1. സെഡും എക്സും വൈയും സെഡും ഏത് റേഷ്യോയിലാണ് അവിടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്? 3:2:1. ഡിസൈഡഡ് ടു ഫ്യൂച്ചർ പ്രോഫിറ്റ് ഷെയർ ലോസ് 4:3:2. അപ്പോൾ അവരെന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യാൻ പോവുക അവരുടെ പ്രോഫിറ്റ് ഷെയർ. ഇത് ദ എഫക്ട് ഓഫ് ഫസ്റ്റ് ഏപ്രിൽ മുതൽ അവർ ചേഞ്ച് ചെയ്യും. ഓക്കെ, പ്രോഫിറ്റ് ഷെയർ ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ചെയ്യുന്ന എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും അവർ ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ എക്സിസ്റ്റിംഗ് റേഷ്യോ എന്ന് പുതിയ റേഷ്യോയിലോട്ട് മാറും. The following an extract of their balance sheet on 31st March അവരുടെ ബാലൻസ് ഷീറ്റ് ഇതാണ്. എന്താണ്? വർക്ക്മാൻ കോമ്പൻസേഷൻ റിസർവ് എന്ന് പറഞ്ഞിട്ട് 3 ലക്ഷം കിടക്കുന്നു. അത് നമ്മുടെ മുമ്പത്തെ ഏതെങ്കിലും വർഷത്തിലെ പ്രോഫിറ്റ് നിന്ന് മാറ്റി വെച്ചതാണ് 3 ലക്ഷം കിടക്കുന്നത്. ഷോ ദ അക്കൗണ്ട് ട്രീറ്റ്മെന്റ് ആൻഡ് ആൾട്ടർനേറ്റീവ് കേസ്. ഇഫ് ദ നോ അതർ ഇൻഫർമേഷൻ, നോ ഇൻഫർമേഷൻ ഒന്നും ഇല്ല. ഈ വർക്ക് കോമ്പൻസേഷൻ ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഇതെന്ന് പറയുന്നത് കോമ്പൻസേഷൻ, അതായത് ആളുകൾക്ക് എന്തെങ്കിലും വർക്ക് പ്രശ്നം എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ സപ്പോസ് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി, ഇപ്പോൾ നമ്മൾ വർക്ക് കൺസ്ട്രക്ഷൻ കമ്പനിയെന്ന് വിചാരിക്കും. അപ്പോൾ എന്തെങ്കിലും എന്താ പറയുക, എംപ്ലോയീസിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതപ്പോൾ എന്തെങ്കിലും പെട്ടെന്നൊരു വലിയൊരു എമൗണ്ട് ആണ്. അപ്പോൾ അതിന് വേണ്ടി മാറ്റി വെച്ചത് ഈ 3 ലക്ഷം. അപ്പോൾ വന്നാൽ ഈ 3 ലക്ഷം നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അതിലേക്ക് നമുക്ക് അത് പ്രോഫിറ്റ് ആണ്. അപ്പോൾ റിസർവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കണ്ടിട്ട് വെച്ചതായിരിക്കും. ചിലപ്പോൾ അത് നമുക്ക് ആവശ്യം വരും, ഇത് നമുക്ക് ആവശ്യം വരില്ല. ആവശ്യം വന്നില്ലെങ്കിൽ നമുക്കത് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഈ 3 ലക്ഷം ഇഫ് ദർ ഈസ് നോ അതർ ഇൻഫർമേഷൻ, ഒരു ഇൻഫർമേഷൻ തന്നില്ല, അങ്ങനെയാണെങ്കിൽ ഈ കോമ്പൻസേഷൻ, അതായത് ആർക്കും ഒന്നും പറ്റില്ലാന്ന് വിചാരിക്കും. അങ്ങനെ വെച്ചാൽ ഈ റിസർവ് അക്കൗണ്ട് എന്ത് ചെയ്യുക? ഓൾഡ് ഷെയർ ക്യാപിറ്റൽ റേഷ്യോയിൽ എല്ലാ XYZ വീതിച്ചെടുക്കണം. ഓൾഡ് റേഷ്യോ എന്താ? 3:2:1. അതായത് ഫസ്റ്റത്തെ ഒരാൾക്ക് എത്ര? 3 ലക്ഷത്തിൻ്റെ 3 ലക്ഷം ഇൻറ്റു 3/6. രണ്ടാമത്തെ ആൾക്കോ 3 lakh ഇൻറ്റു 2/6. ലാസ്റ്റത്തെ ആൾക്കോ 3 lakh ഇൻറ്റു 1/6. ഇത് എത്ര വരും? 1.5 lakh. ഇത് എത്ര വരും? 1 lakh. ഇത് 0.5 lakh. ഇങ്ങനെ ആയിരിക്കും വരിക. അങ്ങനെ ടോട്ടൽ വരും. അപ്പോൾ ഒരു ഇത് സംഭവിച്ചില്ലെങ്കിൽ ഉണ്ടോ, ആ ഫുൾ എമൗണ്ടും എന്ത് ചെയ്യും? ഇപ്പോഴത്തെ ക്യാപിറ്റലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. കാരണം ആ പ്രോഫിറ്റ് നിന്നാണ് ആക്ച്വലി ഈ റിസർവ് ഉണ്ടാക്കിയത്. ഇതിന് നേരെ പിന്നെ ക്യാപിറ്റലോട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇവിടെ എന്ന് പറയുന്നത് XYZ ഇത് എന്ന് പറയുന്നത്, അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ചിലവായിട്ട് വരുള്ളൂ. മനസ്സിലാവും? അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചിലപ്പോൾ പ്രൊവിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. സപ്പോസ് പ്രൊവിഷൻ വേണ്ടി വന്നില്ല, അത് പിന്നെ ഫുൾ പ്രോഫിറ്റ് ആണ്, ഒരു ഇൻകം പോലെ. ഇഫ് ദ ക്ലെയിം അക്കൗണ്ട് വാസ് വർക്ക്മെൻ കോമ്പൻസേഷൻ പീരീഡ് 1,20,000. ഇനി വന്നു ചിലവ് എത്ര ഏകദേശം വന്നു? 1,20,000. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ പിന്നെ ഈ 1 ലക്ഷം 3 ലക്ഷം ഫുള്ള് എടുക്കാൻ പറ്റില്ല. ഈ 3 ലക്ഷത്തിൽ 1,20,000 കഴിച്ചിട്ട് അപ്പോൾ എത്ര ഉണ്ടാവും ബാക്കി? പിന്നെ 1,80,000 ഉണ്ടാവും. ഈ 1,80,000 മറ്റേ ഓൾഡർ റേഷ്യോയിൽ എടുക്കുക. സോ അപ്പോൾ ഒന്നുകൂടെ പറയാം. അപ്പോൾ ഈ 1,20,000 കഴിച്ചിട്ടുള്ള 1,80,000 ഏത് റേഷ്യോയിൽ എടുക്കാം? 3:2:1. അതായത് ഓൾഡ് റേഷ്യോ. അതായത് അപ്പോൾ എത്ര വരും? 1,80,000ൻ്റെ 1,80,000 ഇൻറ്റു 3/6, 1,80,000 ഇൻറ്റു 2/6, 1,80,000 ഇൻറ്റു 1/6. അപ്പോൾ കിട്ടുന്ന എമൗണ്ട്, ആ കിട്ടുന്ന എമൗണ്ട്സ് ആണ് ഇവിടെ. അപ്പോൾ ഈ 3 ലക്ഷം ഇൻറ്റു രണ്ടാമത്തെ കേസിൽ ടു ക്ലെയിമിലോട്ട് എത്ര പോകണം? 1,20,000. ഓക്കെ, ക്ലെയിമിന് വേണ്ടി മാറ്റി വെച്ച് ബാക്കി ക്യാപിറ്റലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ക്യാപിറ്റലിലോട്ട് ഒരാൾക്ക് 90,000 കിട്ടും, ഒരാൾക്ക് 60,000, ഒരാൾക്ക്
30,000 ഏത് റേഷ്യോയിൽ 3:2:1 അതോടുകൂടെ എന്ത് ചെയ്തു ഇനി ഒരു കേസ് 2 പറയാം റിസർവ് ആൻഡ് ഇതിന്റെ കേസ് തന്നെ when reserve and the accumulated profit and loss are not be transferred to capital account. അപ്പൊ നോക്കടാ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിലാണ് ഈ എൻട്രീസ് ഒക്കെ ബാക്കി. ഇനി എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം. ഓക്കെ ഓക്കെ അപ്പൊ നോക്കിക്കോ ഇനിയിപ്പോ ഇവിടെ ഒരു റിസർവ് ആൻഡ് സർപ്ലസ് അവര് എന്താ പറയാ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ അതെങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസ് അവരുടെ ഓൾഡ് റേഷ്യോയിൽ പ്രകാരം അവരുടെ ക്യാപിറ്റലോട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി അല്ലാതെ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. സോ നോക്കിക്കോ ഫോർ എക്സാമ്പിൾ സപ്പോസ് പി ആൻഡ് ക്യു ആർ ഷെയറിംഗ് പ്രോഫിറ്റ് 2:1 പിയും ക്യൂവും ഏത് റേഷ്യോയിലാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് 2:1 ഡിസൈഡഡ് ടു ഷെയർ പ്രോഫിറ്റ് ഇൻ ഈക്വൽ പ്രൊപ്പോർഷൻ രണ്ടാളും ഈക്വൽ പ്രൊപ്പോർഷനിൽ ചെയ്യാൻ വിചാരിച്ചു. ഇനി അവര് എന്ത് ചെയ്യാണ് ചേഞ്ച് ചെയ്യാണ് അവര് എന്താ 1:1 റിസർവ് അപ്പോഴും ബാലൻസ് ഷീറ്റ് എമൗണ്ട് 6 lakh ഇപ്പൊ എത്ര റിസർവ് ഉള്ളത് 6 lakh ആൻഡ് ദ പാർട്ട്നേഴ്സ് ഡു നോട്ട് വാണ്ട് ടു ഡിസ്ട്രിബ്യൂട്ട് ദ അവരിപ്പോ തൽക്കാലം പാർട്ട്നേഴ്സ് എന്താ പറയാ അതിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയാണ് ഇൻ സച്ച് കേസ് ആ കേസിൽ ദ പ്രസന്റ് പി എന്താണ് എൻറ്റൈൽഡ് ടു 4 lakh കാരണം 2:1 ആണ്. സോ അത് റേഷ്യോ 6 lakh എല്ലാം എടുത്ത് നോക്കുമ്പോൾ 4 lakh വരും ആൻഡ് ക്യൂ എത്ര 2 ലക്ഷം അതാണ് ഇപ്പോൾ അവിടെ കറണ്ട് റിസർവ്. ഈ 6 lakh അങ്ങനെയാണ് ആക്ച്വലി രണ്ടാൾക്കും ഉള്ളത് കാരണം രണ്ടാളുള്ളൂ 2:1 റേഷ്യോ. സോ അവരുടെ റിസർവ് എത്ര ആയിരിക്കും ഒരാൾക്ക് 4 lakhും ഒരാൾക്ക് 2 lakh. അപ്പോൾ ബട്ട് ഇൻ ഫ്യൂച്ചർ ആഫ്റ്റർ ദ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഈച്ച് വുഡ് ഹാവ് എൻറ്റൈൽഡ് ടു 3 lakh. അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കഴിഞ്ഞാൽ രണ്ടാളും പിന്നെ എത്ര ഏക്കരം 3 lakh വെച്ചിട്ടായിരിക്കും ഈ ഒരു ഇതിനോട് എന്താ പറയാ റിസർവ് ആൻഡ് സർപ്ലസ് കിട്ടേണ്ടത്. അല്ലെങ്കിൽ രണ്ടാൾക്കും പിന്നെ റിസർവ് നമ്മൾ പ്രോഫിറ്റ് ഫസ്റ്റ് പ്രോഫിറ്റ് 4 ലക്ഷം ഉണ്ട് ഒരാൾക്ക് 4 ലക്ഷം മറ്റേക്ക് 2 ലക്ഷം ഉള്ളത്. ഓക്കെ ഇനി ഇവർ രണ്ടാളും ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരാൾക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഇല്ല. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും മറ്റേ കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. ഓക്കെ യെസ് അപ്പൊ ആ സമയത്ത് എന്താ പറഞ്ഞത് ഇവിടെ ക്യൂസ് ക്യാപിറ്റൽ ക്യൂ മസ്റ്റ് കോമ്പൻസേറ്റ് ദ ഫീ എക്സ്റ്റെൻഡ് ഓഫ് 1 lakh. അപ്പൊ നോക്കണം ഇവിടെ പീനാണ് ഇവിടെ എന്തുള്ളത് കൂടുതൽ ഷെയർ ഉള്ളത്. ഓക്കെ പീനാണ് ഇവിടെ 4 lakh ഉള്ളത്. ഓക്കെ ക്യൂന് എത്ര ഉള്ളൂ 2 lakh ഉള്ളൂ. അപ്പൊ നമ്മുടെ ക്യൂ മസ്റ്റ് കോമ്പൻസേറ്റ് ടു ഫീ എക്സ്റ്റെൻഡ് ഓഫ് 1 lakh. അപ്പൊ നോക്കണം അവിടെ ഒരു ഡിഫറൻസ് ഇല്ലടാ. അതായത് പീക്ക് 4 ലക്ഷം ക്യൂന് 2 ലക്ഷം. അപ്പൊ നോക്കടാ 1 ലക്ഷം കൂടെ ആർക്ക് കൊടുക്കണം പീക്ക് കൊടുക്കണം കാരണം എന്നാലേ കോമ്പൻസേറ്റ് ആവുള്ളൂ. ഓക്കെ അപ്പൊ 3 lakh അതായത് എൻട്രി എന്താ വരിക പിയുടെ ക്യാപിറ്റൽ വീണ്ടും കൂടും എത്ര 1 ലക്ഷം ക്യൂയുടെ ക്യാപിറ്റൽ എന്ത് ചെയ്യും 1 ലക്ഷം കുറയും. ഇതില്ല പിയുടെ ക്യാപിറ്റലിൽ നിന്നും 1 ലക്ഷം എടുത്തിട്ട് ആർക്ക് എടുക്കും ക്യൂയുടെ ക്യാപിറ്റലിൽ നിന്ന് എടുത്തിട്ട് 1 ലക്ഷം എടുത്തിട്ട് പിയുടെ ക്യാപിറ്റൽ ദെൻ എന്ത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആവും. കാരണം അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം 2:1 എന്തുകൊണ്ടായിരിക്കും അവരുടെ അന്നത്തെ ഒരു സിറ്റുവേഷൻസിൽ 2:1 ആക്കി. സോ പിന്നെ ഇവർ ഈക്വൽ ആക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊക്കെ കൂടുതൽ പ്രോഫിറ്റ് വാങ്ങി ചെയ്യും അയാൾ കൂടുതൽ ക്യാഷ് കൊണ്ടുവരും. സോ ക്യാഷ് കൊണ്ടുവരുന്നതായിരുന്നു ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ അതൊരു ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ ഇല്ലസ്ട്രേഷൻ 17 ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇല്ലസ്ട്രേഷൻ. M and N are partners in a firm. Profit sharing ratio 4:3. സോ എമ്മും എന്നും പാർട്ട്നേഴ്സ് ആണ്. അവർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ് 4:3. ഓൺ മാർച്ച് 2014 ദർ ബാലൻസ് ഷീറ്റ് ഷോഡ് ജനറൽ റിസർവ് 7 lakh എന്തുണ്ട് അവരുടെ റിസർവ് ഉണ്ട്. ഓൺ ദ ഡേറ്റ് ദേ ഡിസൈഡ് ടു ചേഞ്ച് ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇൻടു 5:3 ആക്കി മാറ്റാൻ തീരുമാനിച്ചു. ദ റെക്കോർഡ് ജേണൽ എൻട്രീസ് ഓഫ് ദ ഫോം ഫോളോയിങ് എന്താണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ നോക്കണ ചേഞ്ചിങ് എന്താണ് പ്രോഫിറ്റ് ഷെയറിംഗ് ഓട്ടോമാറ്റിക്കലി അത് എന്തിനെ അഫക്ട് ചെയ്യും ഇപ്പോഴുള്ള റിസർവും അതുപോലെ തന്നെ ഇപ്പോഴുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ റീകാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ എങ്ങനെ when they decide to transfer the general reserve to their capital ഫസ്റ്റ് കേസ് എന്താ അവർ ജനറൽ റിസർവ് അവരുടെ ക്യാപിറ്റലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ ഇതുവരെയുള്ള റിസർവ് ഒക്കെ അത് സെറ്റ് ഓഫ് ചെയ്തിട്ട് എന്നിട്ട് പുതുതായിട്ട് തുടങ്ങാൻ വിചാരിക്കും. അല്ലെങ്കിലോ ഇഫ് ഡോണ്ട് വാണ്ട് ടു ജനറൽ റിസർവ് ടു ക്യാപിറ്റൽ രണ്ടാമത്തെ കേസ് എന്താ അവർ ജനറൽ റിസർവ് എഗ്ജിക്യൂട്ട് ട്രാൻസ്ഫർ ഉദ്ദേശിക്കുന്നില്ല.
അത് ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ട് കേസ്. ഫസ്റ്റ് വൺ ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആണെന്നെങ്കിൽ എങ്ങനെയാണ് ഫസ്റ്റ്. ഓക്കെ, അതായത് ജനറൽ റിസർവ് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ. സോ നോക്കിക്കോ, അപ്പൊ ജനറൽ റിസർവ് ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഏത് റേഷ്യോയിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഓൾഡ് റേഷ്യോയിലാണ്. ഓൾഡ് റേഷ്യോ എത്ര? 4:3. അപ്പോൾ 7 lakhനെ ആദ്യം 4/7. 4/4 എന്ന് പറയുന്നത് എന്താ? 4 റേഷ്യോയില് ടോട്ടൽ ഷെയർ എത്ര വരുന്നത്? 4+3 എത്ര? 7. അപ്പോൾ എത്ര വരും? 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 lakh വരും. ഓക്കെ, മറ്റേ അപ്പോൾ 3 lakh. അപ്പോൾ അതിൻ്റെ എൻട്രി ചെയ്തിട്ടുണ്ട്. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റ് ടു 7 lakh. എമ്മിന് എത്ര? 4 lakh. അതുപോലെ തന്നെ എന്നിന് എത്ര? 3 lakh. ഓക്കെ, ആ റേഷ്യോ കണ്ടെത്തിയാണ് ഇവിടെ. ഇനി എന്താ പറയുക, പുതിയ റേഷ്യോയിൽ എന്ത് ചെയ്യാം? ഇനി പുതിയ റേഷ്യോ എത്ര? ഓക്കെ, ഇനി നമ്മൾ സാക്രിഫൈ റേഷ്യോ കാണണം. സാക്രിഫൈ റേഷ്യോ എങ്ങനെയാണ്? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓൾഡ് റേഷ്യോ എത്ര? 4/7. ന്യൂ റേഷ്യോ എത്ര? രണ്ടാമത്തെ ആൾക്ക് 5/8. ഇന്നത്തെ റേഷ്യോ എന്തായിരുന്നു? പുതിയ റേഷ്യോ 5:3. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 4/7 മൈനസ് 5/8 എത്ര കിട്ടും? 3/15. ഇതെന്താ? ഗെയിൻ ആണ് ആക്ച്വലി. മനസ്സിലാവും? ഇവിടെ നെഗറ്റീവ് വരികയാണെങ്കിൽ 7. മറ്റേക്കോ 3/15 സാക്രിഫൈ ചെയ്യാം. ഒരാൾ സാക്രിഫൈ ചെയ്യും, അതായത് ഇവിടെ എന്നിന്റെ ഷെയർ കുറയുകയും എമ്മിന്റെ ഷെയർ ആക്ച്വലി കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? എത്ര കുറഞ്ഞു? 3/56 എന്ന് പറഞ്ഞാൽ അത്രയും പോർഷനാണ് കുറഞ്ഞത്. മറ്റേക്ക് ഓട്ടോമാറ്റിക്കലി അത് കൂടിയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ആർക്ക് കൊടുക്കണം? എന്നല്ലല്ലോ സാക്രിഫൈ ചെയ്യുന്നത്. സോ എന്നിന്റെ അപ്പൊ എന്നിന് ആര് പൈസ കൊടുക്കണം? എം കൊടുക്കണം. എത്ര കൊടുക്കണം? 3/56 ഓഫ് എന്ത്? നമ്മുടെ റിവാലുവേഷൻ്റെ ഇത് ട്രാൻസ്ഫർ ചെയ്യണം. എത്രയായിരുന്നു റിസർവ് ആൻഡ് സർപ്ലസ്? 7 lakh. 7 lakh ഇൻറ്റു 3/56. ഓക്കെ, 37,500. അപ്പൊ നോക്കണം എങ്ങനെയാണ് ഈ 37,500 വന്നത്. അപ്പൊ എത്ര രൂപ കൊടുക്കണം? ഇപ്പൊ 7 എന്നല്ലടാ സാക്രിഫൈ ചെയ്ത്, അതായത് എന്നിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കുറഞ്ഞു. അതായത് സാക്രിഫൈ ചെയ്യണം, പിന്നെ പ്രോഫിറ്റ് അത്രയും കുറച്ചുള്ളതെല്ലാം ഭാവിയിൽ കിട്ടും. അതുപോലെ തന്നെ എമ്മിന് ഗെയിനും കിട്ടും. പിന്നെ ആക്ച്വലി ഇങ്ങോട്ട് കിട്ടുക ചെയ്യും. അപ്പൊ അത് എത്ര കൊടുക്കണം? ഇപ്പൊ 7 lakh അല്ലേ? ഈ 7 lakh ആണ് റിസർവ് ആൻഡ് സർപ്ലസ്. ഇതിന്റെ എത്ര ഭാഗം സാക്രിഫൈ എത്ര ചെയ്തത്? 3/56 ഇൻറ്റു 7 lakh ഇൻറ്റു 3 ഇൻറ്റു ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 56 കാൽക്കുലേറ്ററിലോ ഇങ്ങനെ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 37,500. ഓക്കെ, ഈ 37,500 എം എന്ത് ചെയ്യണം? എന്നിന് കൊടുക്കണം. കാരണം എന്നാണ് സാക്രിഫൈ ചെയ്തത്, മറ്റേ ഗെയിൻ ആണ്. സോ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും. മനസ്സിലാവുന്നുണ്ട്? ഇല്ലുസ്ട്രേഷൻ 18 ഒക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. 19 ആവശ്യം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇല്ലുസ്ട്രേഷൻസ് നോക്കാം. ഇവിടെ പാർട്ണർഷിപ്പ് നമുക്ക് ആക്ച്വലി നിങ്ങൾ ലാസ്റ്റ് നോക്കുന്നത് മതി. കുറേ വേരിയേഷൻസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. സോ നന്നായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ആക്ച്വലി പാർട്ണർഷിപ്പ് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് ഓൾറെഡി ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും സിമ്പിൾ ദാൻ എന്താണ് പാർട്ണർഷിപ്പ്. സോ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുന്നവർക്ക് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, ഞാൻ ഈ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂർ കണക്കിനിടും. ഓക്കെ, ദാറ്റ്സ് വൈ അതുകൂടി ഒരു റീസൺ. ഇനി അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ വേർ ദർ ഈസ് എ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇനി ഓഫ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൽ തന്നെ ഗുഡ് വില്ലിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് പറഞ്ഞു. ഈ ഗുഡ് വില്ലിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എപ്പോൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൽ തന്നെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ആവുന്നത് ട്രീറ്റ് ചെയ്യാൻ? ഓക്കെ, ഒരു എക്സാമ്പിളോട് നോക്കാം. ഇല്ലുസ്ട്രേഷൻ 21 നോക്കെ. എം ആൻഡ് ആർ ആർ പാർട്ട്നേഴ്സ് ഇൻ ദ ഫോം ഓഫ് ഷെയറിംഗ് റേഷ്യോ 3:2. അവിടെ 3:2 ഇപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചെയ്യുന്നത്. അവരെന്ത് ചെയ്തു? വിൽ എഫക്ട് ഫ്രം ദ 31st March 2014 മുതൽ അവരെന്ത് ചെയ്തു? ഈക്വലി ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചു. ഇപ്പൊ 3:2 ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1:1 എന്നുള്ള റേഷ്യോയിൽ ഷെയർ ചെയ്യാൻ എന്ത് ചെയ്തു? രണ്ടാളും ഉദ്ദേശിച്ചു. ഫോർ ദ പർപ്പസ് ഓഫ് ഗുഡ് വിൽ ഫേം വാസ് വാല്യൂഡ് 3 lakh. ഇപ്പോഴത്തെ ഗുഡ് വിൽ എത്ര? 3 ലക്ഷം. ഫാസ്റ്റ് എന്താ പറയാ നെസസറി ജനറൽ. അപ്പൊ നോക്കാം എങ്ങനെയാണ് ഗുഡ് വില്ല് ട്രീറ്റ് ചെയ്യുക. വെൻ എപ്പോ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് തന്നെ എന്താ പറയാ ഇത് മാറുമ്പോൾ, എന്ത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറുമ്പോൾ. അപ്പൊ ആദ്യം സാക്രിഫൈസിംഗ് റേഷ്യോ ആണ്.
സാക്രിഫൈസിങ് റേഷ്യോ എങ്ങനെയാണ്? എക്സിസ്റ്റിംഗ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എമ്മിൻ്റെ സാക്രിഫൈസ് റേഷ്യോ എന്താ? അയാൾക്ക് തുടക്കത്തിൽ 3/5 ഉണ്ടായിരുന്നു. ഈ 3/5 എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ എത്രയുള്ളത് 5, അതിൽ എത്ര ഭാഗമാണ് എമ്മിനുള്ളത്? 3. മറ്റാൾക്ക് എത്ര ഉണ്ട്? 2/5. മനസ്സിലാവും? ഇവിടുന്ന് ഈ റേഷ്യോ നമ്മൾ കാണുന്നത്. ഇനി ഇപ്പം എത്രയായി? പിന്നെ 1:1 ആയില്ലേ? രണ്ടാൾക്ക് ഈക്വൽ എന്ന് പറഞ്ഞാൽ 1:1. 1:1 എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 1/2, മറ്റേക്ക് 1/2. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യുന്നു? കുറക്കുന്നു. രണ്ടും സബ്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1/10 കിട്ടി. ഇത് നെഗറ്റീവ് ആണ് കിട്ടുക. ഓക്കെ, ഇത് നെഗറ്റീവ്, നമുക്ക് ഇവിടെ മൈനസ് വരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ സാക്രിഫൈ ചെയ്യാൻ ആര്? എം ഇവിടെ സാക്രിഫൈ ചെയ്യുക. അതായത് എമ്മിന് ആദ്യം 3/5 ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് 1/2 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ആക്ച്വലി നമുക്ക് എമ്മിന് കിട്ടുന്ന പൈസ കുറയാണ് ചെയ്യുക. എന്നിന് ആക്ച്വലി ഗെയിൻ ആണ്. എന്നിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൂടെ ചെയ്തത് എത്ര? 1/10. അതായത് മറ്റാൾക്ക് കുറഞ്ഞായിരിക്കും ഇവിടെ കൂടുക. അങ്ങനെയാണെങ്കിൽ 1/10 ആണ് എന്ത്? സാക്രിഫൈസ്. അപ്പോൾ 3 ലക്ഷത്തിന്റെ 1/10 എടുക്കും. 3 ലക്ഷമാണ് ആകെ ഗുഡ്വില്ല്, റിസർവ് ആൻഡ് സർപ്ലസ് പോലെ തന്നെ. അത് 30,000 കിട്ടി. ആ 30,000 എന്ത് ചെയ്യണം? ആർക്ക് കൊടുക്കണം? എംസ് ക്യാപിറ്റലിൽ നിന്നും എംസ് ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. കാരണം ഇവിടെ നഷ്ടം ആർക്കാണ്? എമ്മിനാണ്. സോ എമ്മിന്റെ ഇത് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം, ക്യാപിറ്റൽ കൂട്ടണം. കാരണം ഒരു 30, ഇതെന്താ സംഭവം എന്ന് പറയുക? ഇത്രേ ഉള്ളൂ. അതായത് ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൊടുക്കണം. അപ്പോൾ കുറച്ച് പൈസ ആർക്ക് കൊടുക്കണം? പാർട്ട്നേഴ്സ് മറ്റൊരാൾക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഷെയറിംഗ് വെച്ച് ഈക്വൽ ആക്കാൻ ചെയ്യും. പക്ഷെ ഇവിടെ പൈസ കൊടുക്കുന്നില്ല, അതിന് പകരം എന്ത് ചെയ്യുന്നു? നമ്മൾ ആൾറെഡി ഉള്ള പ്രോഫിറ്റിനൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. മനസ്സിലായി? അപ്പോൾ നമ്മുടെ ഇവിടെ എംസിന്റെ ക്യാപിറ്റൽ എത്ര കൂടി? ഉണ്ടോ? 30,000 കൂടി. എംസിന്റെ ക്യാപിറ്റൽ എന്ത് കുറഞ്ഞു. ഇതൊക്കെ അതേ സെയിം ട്രീറ്റ്മെന്റ് തന്നെയാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി. ഇനി അടുത്തൊരു ടോപ്പിക്കാണ്. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റിലോട്ട് നമ്മൾ കടന്നു. റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. On admission of a new partner, the firm has standards that recognize the consequent assets and liabilities are reassessed. സോ നോക്കടാ, ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഒരു ഇതിൽ പ്രോപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കണം. സോ നമുക്കറിയില്ല ഈ അസറ്റ്സ് ഒക്കെ ഏകദേശമൊക്കെ കറക്റ്റ് തന്നെയായിരിക്കും. പക്ഷെ അതിലെന്തെങ്കിലും നമ്മളൊന്നുകൂടെ റീവാല്യൂ ചെയ്യും. ചിലപ്പോൾ അസറ്റിൻ്റെ ഒക്കെ മാർക്കറ്റ് വാല്യൂ ഇടിഞ്ഞിട്ടുണ്ടാവും. സോ അപ്പോൾ ഏതും മാർക്കറ്റാണ് ഏറ്റവും കുറവുള്ളത്, അതിനാണ് നമ്മൾ അസറ്റിൻ്റെ ഒക്കെ വാല്യൂ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ റീവാല്യൂ ചെയ്യും. നമ്മൾ വേറൊരാളെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ലയബിലിറ്റീസ് ഒക്കെ എത്ര ഉണ്ട് അയാൾക്ക് മനസ്സിലാവണം, നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒന്നുകൂടെ റീവാല്യൂ റീചെക്ക് ചെയ്യുക. നമ്മൾ ഒന്നുകൂടെ ഉറപ്പ് വരുത്തുന്നതാണ് റീവാല്യൂ അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ അസറ്റിൻ്റെ റീവാലുവേഷൻ നടത്തുന്നത്, സപ്പോസ് നമ്മളൊരു ബുള്ളറ്റ് എടുക്കുന്നത്, 1990 വന്ന ഒരു ബുള്ളറ്റ്. ഈ ബുള്ളറ്റ് നമ്മൾ ബിസിനസ്സിൽ ഇങ്ങനെ കൊണ്ടുവന്ന് 2020 ആയപ്പോൾ ഇതിൻ്റെ വാല്യൂ 1,00,000 1 ലക്ഷം ഒരു 10,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ മാർക്കറ്റ് വാല്യൂ 10 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 1 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ആക്ച്വൽ മാർക്കറ്റ് വാല്യൂ 1 ലക്ഷം, നമ്മളെ ബുക്കിൽ എത്ര ഇപ്പോൾ ഡിപ്രീസിയേഷനൊക്കെ എഴുതിയിട്ട് ബാക്കി എത്ര ഉള്ളത്? 10,000. അപ്പോൾ ഇങ്ങനെ ഈ സിറ്റുവേഷൻ, അപ്പോൾ ശരിക്കും നല്ല ഡിഫറൻസ് ഇല്ലടാ വാല്യുവേഷനിൽ. അപ്പോൾ ഈ വാല്യുവേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതിപ്പോൾ റിവാല്യൂ ചെയ്തത് ആക്ച്വൽ വാല്യൂ എത്ര വാങ്ങലാം, അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഒരു പാർട്ട്ണറെ പുതുതായിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ അസറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്നുകൂടെ റീവാല്യൂ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ്. ഇഫ് ദ വാല്യൂസ് ഓഫ് assets are raised, gain will increase the capital. The values of the assets are raised. വാല്യൂ കൂടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക അസറ്റിന്റെ, അങ്ങനെയാണെങ്കിൽ ഗെയിൻ വിൽ ഇൻക്രീസ്. നമ്മുടെ അസറ്റിന്റെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞത് നമുക്ക് ഇൻകം പോലെ, മനസ്സിലായി? അതുപോലെ തന്നെ ലയബിലിറ്റി കൂടിയാലോ, വാല്യൂടെ അസറ്റ് ഡിക്രീസ് ആയാലോ അത് നമുക്കൊരു ലോസ് പോലെ, നഷ്ടം പോലെ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ലയബിലിറ്റി കൂടിയാലോ, ലയബിലിറ്റി കൊണ്ടും ഇപ്പോൾ കേസൊക്കെ ഉണ്ടെന്നുണ്ടെന്ന് വിചാരിച്ചു, കേസിലൊക്കെ നമുക്ക് കൂടുതൽ ഒന്ന് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു എന്ന് വിചാരിച്ചു, അതിൽ നമ്മുടെ ലയബിലിറ്റി കൂടാൻ നമുക്കത് നഷ്ടമാണ്. ലയബിലിറ്റി കുറഞ്ഞതിനെ നമുക്ക് ലാഭമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കും. ഇതൊക്കെ പുതിയൊരു പാർട്ണറെ അപ്പോയിന്റ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സാണ്. അതിനെ നമ്മൾ പറയാം റീവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ, accounting for revaluation assets and liabilities when there is a change in profit sharing ratio of existing. അക്കൗണ്ടിങ് ഓഫ് റിവാലുവേഷൻ അസറ്റ്സ് ആണെങ്കിൽ there is a പല രൂപത്തിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക്
ഒരു റേഷ്യോ ചേഞ്ച് ആവുക. നമ്മുടെ എന്താ പറയുക എക്സിസ്റ്റിംഗ് കസ്റ്റമർ പാർട്ട്നേഴ്സിൻ്റെ തന്നെ നമ്മുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ചേഞ്ച് ആകുമ്പോൾ വേണമെങ്കിൽ ഈ റീവാലുവേഷൻ ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പോൾ രണ്ട് കേസിലാണ് നമ്മൾ അസറ്റ് റീവാല്യൂ ചെയ്യുന്ന സിറ്റുവേഷൻ. ഒന്നെന്ന് പറയുന്നത് ഒരു ന്യൂ പാർട്ട്ണർ വരുന്നു, അല്ലെങ്കിലോ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൻ്റെ ചേഞ്ചിങ് പ്രോഫിറ്റ് ഷെയർ. ഈ രണ്ട് സമയങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യും, റീവാല്യൂ ചെയ്യാം. നമ്മുടെ എന്താ പറയുക എത്രത്തോളം അസറ്റ്സും ലയബിലിറ്റീസും നമുക്ക് റീവാല്യൂ ചെയ്യാം. എന്തിനാണ് നമ്മൾ റീവാല്യൂ ചെയ്യുന്നത് ഇവിടെ പറയുന്നത്? അപ്പോൾ നോക്കിക്കോ, ഇപ്പോൾ റീവാല്യൂ എന്തിനാണ് ചെയ്യുന്നത്? ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ ഫേം revalued at the time of change in profit sharing ratio. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറുമ്പോൾ നമ്മൾ അസറ്റ്സും ലയബിലിറ്റീസ് റീവാല്യൂ ചെയ്യുന്നു. റീസൺ ദാറ്റ് എന്താ റീസൺ? The realizable actual value of assets and liabilities may be different from those shown the balance sheet. നമ്മളിപ്പോൾ ഉള്ള ബാലൻസ് ഷീറ്റിൽ കാണുന്ന അസറ്റിന്റെ ലയബിലിറ്റീസിന്റെ വാല്യൂസ് മേ ബി മാറാനാണ്. ഓക്കെ, it is possible that with the passage of time പോകുമ്പോൾ some assets might have appreciated. ചിലത് ഇപ്പോൾ ലാൻഡിന്റെ ഒക്കെ വില ചിലപ്പോൾ എന്ത് ചെയ്യും, പോസിറ്റീവായിട്ട് കൂടിയിട്ടുണ്ടാവും. അസറ്റിന്റെ വാല്യൂ ഇങ്ങനെ കൂടല്ലേ, have appreciated, the value of certain assets might have decreased. ചില അസറ്റിന്റെ ഒക്കെ വാല്യൂ പറ്റണം കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വില കൂടുന്നതാണ് ഇപ്പോൾ ഈ ലാൻഡൊക്കെ. അതായത് നമ്മൾ എടുത്തിട്ട് ലാൻഡ് അല്ലേ, അതൊക്കെ വാല്യൂ ഓരോ ദിവസം വെച്ച് കുറയും. ആൻഡ് നോൺ റെക്കോർഡ് ഹാസ് ബീൻ മെയ്ഡ് ഓഫ് സച്ച് ചേഞ്ച് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. നമ്മളിതൊന്നും നമ്മുടെ ബിസിനസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും ശ്രദ്ധിച്ചൊന്നുമില്ല. സിമിലർലി ദർ മേ ബി സം അൺറെക്കോർഡഡ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ചിലപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യാത്ത അസറ്റ്സോ ലയബിലിറ്റീസ് ഉണ്ടാവാം. അതുകൊണ്ടൊക്കെ റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീഅസസ്മെന്റ് ഓഫ് ലയബിലിറ്റീസ് മേ ബി ഡിഫറെന്റ് ടു വേയ്സ് ഉണ്ട്. റിവാലുവേഷൻ അസറ്റ്സും റീഅസസ്മെന്റ് ഓഫ് ലയബിലിറ്റീസും ചെയ്യാൻ രണ്ട് വഴി. ഫസ്റ്റ് വൺ, when raised the value are to be recorded in the books. ഫസ്റ്റ് നമ്മൾ റിവൈസ് ചെയ്ത വാല്യൂ നമ്മൾ ഏതിൽ റെക്കോർഡ് ചെയ്യും? നമ്മുടെ ബുക്സിൽ റെക്കോർഡ് ചെയ്യും. രണ്ടാമത്തതോ, when the revised value are not recorded. നമ്മളിപ്പോൾ പോകുന്ന പോലെ തന്നെ പോയാൽ മതി, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, പുതിയൊരാൾ വരുമ്പോൾ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറുമ്പോൾ അതിനൊന്ന് റിവാല്യൂ ചെയ്യും. ഓക്കെ, എങ്ങനെ നോക്കി? ഫസ്റ്റ്, when the revised value are to be recorded in the book. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ബുക്സിൽ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ നോക്കിക്കോ. In such case, the revaluation of assets and reassessment of the liabilities is done with the help of new account called revaluation. നമ്മൾ ഈ റിവാലുവേഷൻ നടത്തുന്നത് ഏത് അക്കൗണ്ടിന്റെ ബേസിലാണ്? റിവാലുവേഷൻ അക്കൗണ്ടിലാണ് നടത്തുന്നത്. സംടൈംസ് ഇറ്റ് അക്കൗണ്ട് ആൾസോ കോൾഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഈ അക്കൗണ്ടിന്റെ മറ്റൊരു പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. If there is a loss due to revaluation account is debited, and if the revaluation of the profit, the revaluation account has been credited. നോക്കിക്കോ, നമ്മൾ റിവാല്യൂ ചെയ്യുമ്പോൾ അസറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആണ്, അസറ്റ് കുറഞ്ഞാൽ നമുക്ക് എന്താ ലോസ്. ലയബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്, ലയബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാഭം. അപ്പോൾ വാല്യൂ കൂടി കഴിഞ്ഞാൽ റിവാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് ലാഭമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, അല്ല ക്രെഡിറ്റ് ചെയ്യണം. നഷ്ടമാണെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതാണ് ലോസ് ആണ് വരുന്നുണ്ടെങ്കിൽ റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആണ് നമുക്ക് വരുന്നുണ്ടെങ്കിൽ റിവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ്. The following entries are for this purpose. എങ്ങനെയാണ് അപ്പോൾ എൻട്രി ചെയ്യുന്നത്? ഫസ്റ്റ്, ഫോർ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് അസറ്റ്. അസറ്റിന്റെ വാല്യൂ കൂടി, അതെന്താ നമുക്ക് ലാഭമാണെന്നുണ്ടെങ്കിൽ റിവാലുവേഷൻ അക്കൗണ്ട് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഓട്ടോമാറ്റിക്കലി അസറ്റിന്റെ അക്കൗണ്ട് എന്ത് ചെയ്യേണ്ടി വരും, ഡെബിറ്റ് ചെയ്യേണ്ടി വരും. എന്താ എൻട്രി ചെയ്ത അസറ്റ് അക്കൗണ്ട് ഫോർ റിവാലുവേഷൻ.
ഈ ഫോർ ഡിക്രീസ് ദ വാല്യൂ ഓഫ് അസറ്റ്, വാല്യൂ കുറയാണെങ്കിലോ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, നമുക്ക് നഷ്ടമാണ്. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യാം. എന്താണ് റിവാലുവേഷൻ അക്കൗണ്ട് അസറ്റ്. ഇനി ഫോർ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ലയബിലിറ്റീസ്, ലയബിലിറ്റീസ് കൂടുകയാണ്, അങ്ങനെയെങ്കിലോ റിവാലുവേഷൻ അക്കൗണ്ട് ലയബിലിറ്റീസ്, കാരണം ലയബിലിറ്റീസ് കൂടുക എന്ന് പറയുന്നത് നമുക്ക് നഷ്ടം. ഓക്കെ, അതുകൊണ്ട് റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാം. ഡിക്രീസ് ദ വാല്യൂ ഓഫ് ലയബിലിറ്റി, അത് നമുക്ക് നഷ്ടം, ലാഭമാണ്, അതുകൊണ്ട് നമുക്ക് റിവാലുവേഷൻ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാം. അൺറെക്കോർഡഡ് അസറ്റ് ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ലാഭമാണ്, കാരണം അസറ്റ് കൂടി, അസറ്റ് കൂടിയാൽ നമ്മൾ റിവാലുവേഷൻ ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ് അക്കൗണ്ട് അസറ്റ് കൂടിയ അസറ്റ് ഡെബിറ്റ് ചെയ്യണം. പിന്നെ അൺറെക്കോർഡഡ് ലയബിലിറ്റി ഉണ്ടെങ്കിലോ അത് നമുക്ക് നഷ്ടമാണ്, അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ലയബിലിറ്റി അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ലയബിലിറ്റി കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യും. പിന്നെ ഫോർ ട്രാൻസ്ഫർ ഗെയിൻ ഓൺ റിവാലുവേഷനോ, അതിന് ട്രാൻസ്ഫർ ചെയ്യണം എന്തിലോട്ട്, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിലോട്ട്. അതിനെ ട്രാൻസ്ഫർ ചെയ്യാം. ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിലുണ്ടാവും. റിവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ടോട്ടൽ ലാഭം വരും, അതിന് നമ്മൾ ഗെയിൻ വിളിക്കും. ചിലപ്പോൾ നമുക്ക് ടോട്ടൽ റിവാല്യൂ ചെയ്യുമ്പോൾ ലോസ് ആയിരിക്കും. ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രിയാണ്. റിവാലുവേഷൻ അക്കൗണ്ട് ഡെബ്റ്റേഴ്സ് എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതായത് റിവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, എക്സിസ്റ്റിംഗ് അല്ലേ, ഗെയിൻ ആണ്, നമുക്ക് ലാഭമാണ്. അപ്പം എന്തിനാ ആ എമൗണ്ട് നമ്മുടെ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ കൂടി, അപ്പോൾ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, ഫോർ ലോസ്, ഇനി ലോസ് ആണെന്നുണ്ടെങ്കിലോ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, കാരണം ക്യാപിറ്റൽ കുറയും, റിവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് മെയിൻ ജേണൽ റിലേറ്റീവ് ടു വാട്ട്, നമ്മുടെ റിവാലുവേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ തുടങ്ങുന്നുണ്ട്. ഫോർ പെർഫോമ ഓഫ് എ റിവാലുവേഷൻ അക്കൗണ്ട് യൂസ്, ഇങ്ങനെയാണ് ചെയ്യാം. ഒരു റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ എന്തുണ്ടാവുക, ഫോർമാറ്റ് ഉണ്ടാവും. ബൈ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് അസറ്റ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ലാഭം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ പ്രോഫിറ്റ് കൂടിയാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, ലോസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ്. ഓക്കെ, ഇപ്പോൾ നോക്കണം, ബൈ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ഉണ്ടോ, വാല്യൂ ഓഫ് അസറ്റ് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യുക. ബൈ ഡിക്രീസ് ഓഫ് ലയബിലിറ്റി കുറഞ്ഞാലും എന്താ നമുക്ക് ലാഭം. ബൈ അൺറെക്കോർഡഡ് അസറ്റ് എന്തെങ്കിലും കുറക്കോടില്ലെങ്കിൽ അത് നമുക്ക് ലാഭമാണ്. ലോസ് ഓൺ റിവാലുവേഷൻ ഇത്. ഓക്കെ, അത് പിന്നെ ലാസ്റ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിലെ ബാലൻസ് ചെയ്യുക. അപ്പോൾ ഈ ബാലൻസ് ഫിഗർ അത് ബൈ ലോസ് ഓൺ റിവാലുവേഷൻ, ലോസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ വരിക, പ്രോഫിറ്റ് ആണെങ്കിൽ എവിടെ വരിക, ഡെബിറ്റ് സൈഡിൽ വരിക, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലത്തെ. ഇനി നോക്കാം ഡെബിറ്റ് സൈഡിൽ ഡിക്രീസ് ദ വാല്യൂ ഓഫ് അസറ്റ് ഉണ്ടാവും, വാല്യൂ ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ലയബിലിറ്റി കൂടിയാൽ നമുക്ക് നഷ്ടം, അൺറെക്കോർഡഡ് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് നഷ്ടം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിവാലുവേഷൻ നടത്തുന്നത്. Illustration 20. PQR are the partners sharing profit ratio 3:3:2 ratio ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. Their balance on 31st March as follows, ഇതുപോലെയാണുള്ളത്. Partners decided with the effect of 1st April they would share profit losses 4:3:2, അതായത് 3:3:2 ഈ ഒരു പ്രോഫിറ്റിലോട്ട് എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു അല്ലേ. ഇനി അപ്പൊ നോക്കണം, ഇവരെ എന്ത് ചെയ്തു, അസറ്റ്സും ലയബിലിറ്റീസ് ഒക്കെ റിവാല്യൂ ചെയ്യാൻ തുടങ്ങി. അപ്പൊ മനസ്സിലായി എന്ത്, മിഷനറി ഈസ് ടു ബി ഡിപ്രീസിയേറ്റഡ് 10%. മിഷനറി എവിടെ, ഇത് എന്ത് ചെയ്യണം, 10% ഡിപ്രീസിയേഷൻ ആയിട്ട് കാണിക്കണം എന്ന് പറഞ്ഞു, റിവാല്യൂ ചെയ്യും. ഓക്കെ, പിന്നെ അപ്പൊ അത് കഴിഞ്ഞ് പ്രൊവിഷൻ ഓഫ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്, ബാഡ് ഡെപ്റ്റ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഉണ്ടാകാൻ ചാൻസ് എത്ര, 5%. അപ്പോൾ ഈ ഡെപ്റ്റേഴ്സ് 5% എന്ത് ചെയ്യണം, ബാഡ് ഡെപ്റ്റ്സ് ആണ്. ബിൽഡിംഗ് ടു ബി അപ്രീഷിയേറ്റഡ്, ബിൽഡിങ്ങിന്റെ വാല്യൂ കൂടി, എത്ര, 20% വെച്ച് കൂടി. ഓക്കെ, എ ലയബിലിറ്റി 25,000 ഇൻക്ലൂഡഡ് ഇൻ ദ സൺട്രി ക്രെഡിറ്റേഴ്സ് വിൽ നോട്ട് ലൈക്ലി ടു റൈസ്, ഇത് റെക്കോർഡ് ചെയ്തിട്ടില്ല. 25,000 ഒരു എന്താ പറയാ, നമ്മളൊരു ലയബിലിറ്റി ഉണ്ടായിരുന്നു, നമ്മളത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പാർട്ട്നേഴ്സ് അഗ്രി ടു റിവൈസ് ദ വാല്യൂസ് ടു ബി റെക്കോർഡ് ഇൻ ദ ബുക്സ്, പാർട്ട്നേഴ്സ് എന്ത് തീരുമാനിച്ചിട്ടുണ്ട്, റിവാല്യൂ ചെയ്യാൻ വേണ്ടി. ഓക്കെ,
എന്നിട്ട് അത് എന്ത് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും. റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്, റെക്കോർഡ് ചെയ്യാത്ത സിസ്റ്റം ഉണ്ട്. റെക്കോർഡ് ചെയ്യും. ദേ ഡു നോട്ട് ഹൗഎവർ ഡിസ്ട്രിബ്യൂട്ട് ദ ജനറൽ റിസർവ്. ഓക്കെ, അങ്ങനെയാണെങ്കിലും ജനറൽ റിസർവ് അവർ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. You are required to pass journal entries, prepare the capital accounts of the partners and revise the balance sheet. നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും വേണം, അതുപോലെ തന്നെ ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടും റിവാലുവേഷൻ. അപ്പോൾ ആദ്യം ജേണൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം റിവാലുവേഷൻ അക്കൗണ്ട് ചെയ്യണം. ഇവിടെ എന്തൊക്കെയുണ്ടായേ? ആദ്യം സൺട്രി ഡെപ്റ്റേഴ്സ് 5% എന്ത് ചെയ്യണം? 5% ആദ്യം സൺട്രി ഡെപ്റ്റേഴ്സിന് 5% കാണും. കാരണം 5% ബാഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 4,40,000 ഇൻറ്റു 5/100 എത്ര വരും? 22,000. അപ്പോൾ 22,000 എന്തിനു വേണ്ടി മാറ്റി വെക്കണം? നമ്മൾ പ്രൊവിഷൻ വേണ്ടി, ബാഡ് ഡെപ്റ്റിന് വേണ്ടി. അപ്പോൾ അത് റിവാല്യൂ ചെയ്തതല്ലേ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇത് നമുക്ക് നഷ്ടമല്ലടാ, കാരണം ഡെപ്റ്റ് പ്രൊവിഷനാണ്. സൺട്രി ഡെപ്റ്റേഴ്സ് അപ്പോൾ കുറയും ചെയ്യും. സൺട്രി ഡെപ്റ്റേഴ്സ് എന്ത് ചെയ്യും? ഇത്രയും കുറയും. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് പ്രൊവിഷനായിട്ട് മറ്റോടത്ത് കയറും. മനസ്സിലായോ? പിന്നെ സ്റ്റോക്ക് മിഷനറി കുറഞ്ഞു, 10% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എത്ര വരും? ഇപ്പോൾ 15,90,000 ഉള്ളത് അതിനൊരു 1,59,000 കുറയും. കാരണം മിഷനറി ഡിപ്രിസിയേഷൻ 10% കൊടുക്കാൻ പറയും. ബിൽഡിങ്ങിന് വേണ്ടി 20% കൂടും. 20% ഓഫ് 20 lakhs എന്ന് പറയുന്നത് 4 ലക്ഷം കൂടും. ഇത് നമുക്ക് പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഇത് നമുക്ക് പ്രോഫിറ്റ് ആണ്. 4 ലക്ഷം വാല്യൂ കൂടും. അപ്പോൾ നോക്കണം, ഇത് രണ്ടും നമുക്ക് നഷ്ടമാണ്. ഇതും ഇതൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് നഷ്ടമാണ്. അതുപോലെ തന്നെ ഇതും നമ്മുടെ വാല്യൂ കുറക്കാം. അപ്പോൾ നമ്മൾ ഇത് രണ്ട് ലോസ് ആണ് അല്ലേ? ലോസ് ആണെങ്കിൽ റിവാലുവേഷൻ അക്കൗണ്ട് ആദ്യം എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. പക്ഷെ ഇത് നമുക്ക് എന്താ? ലാഭമാണ്. ഏത്? ഇത്. ഇപ്പോൾ നോക്കിക്കോ, നമ്മൾ ആദ്യം റിവാലുവേഷൻ അക്കൗണ്ടിലേക്ക് നോക്കാം. റിവാലുവേഷൻ ബിൽഡിംഗ് 4 ലക്ഷം കൂടി, അതുകൊണ്ട് ഇത് ക്രെഡിറ്റ് ചെയ്തു, ലാഭം. സ്റ്റോക്ക് 1 ലക്ഷം കുറഞ്ഞു. സ്റ്റോക്ക് 1 ലക്ഷം കുറയാനുള്ള റീസൺ എന്താ? സ്റ്റോക്ക് വാല്യൂഡ് 11 ലക്ഷം. ഇപ്പൊ സ്റ്റോക്ക് എത്ര ഉണ്ട്? 12 ലക്ഷം. പക്ഷെ അത് എത്രയായിട്ട് കുറഞ്ഞിട്ടുണ്ട്? 11 ലക്ഷം. അതായത് 1 ലക്ഷം കുറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എന്ത്? നമ്മുടെ റിവാലുവേഷൻ അക്കൗണ്ട്. എങ്ങനെ ഇത് വന്നത്? പിന്നെ മിഷനറി ഞാൻ പറഞ്ഞു, മിഷനറിയുടെ വാല്യൂ ഡിപ്രീസിയേഷൻ 10%. 10% 1,50,000. പിന്നെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു, അത് 22,000. 5% ഓഫ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. പിന്നെ അപ്പോൾ അതവിടെ കഴിഞ്ഞു. പിന്നെ ബാക്കി ഇവിടെ 4 ലക്ഷം. നമ്മളിത് എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ 4,25,000 ആണ്. ഇനി ഡെബിറ്റ് സൈഡിൽ എത്ര ഉണ്ട്? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണ്ടേ? ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ 2,81,000 വന്നു. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവാണ്. അതായത് നമുക്ക് എത്ര കുറവാണ്? 4,25,000. 2,40,000. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഫിറ്റ്. ഓക്കെ, ബൈ സൺട്രി ക്രെഡിറ്റേഴ്സ്. ഓക്കെ, സൺട്രി ക്രെഡിറ്റേഴ്സ് 25,000 കിട്ടാണ്ടായിരുന്നു, ഇങ്ങോട്ട് വരുന്നു. ഓക്കെ, അത് ലാഭമാണ്. അപ്പോൾ നോക്കിക്കോ, ഇവിടെ 2,44,000 രൂപ പ്രോഫിറ്റ് ആണ് നമ്മൾ റീവാല്യൂ ചെയ്തത്. ഇത്രയും പ്രോഫിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും നമുക്ക് പ്രോഫിറ്റ് ആകുമ്പോൾ ഈ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ക്യാപിറ്റൽ. ഏത് റേഷ്യോ? നമ്മുടെ ഓൾഡ് റേഷ്യോ 3:3:2. അതായത് ഓരോരുത്തർക്കും എത്ര വരും? 2,44,000 ഇൻറ്റു 3/3, 3/8. എത്ര വരും? 2,46,000 ഇൻറ്റു 3/8 എത്ര വരും? സോറി, ഇവിടെ പ്രോഫിറ്റ് 2 ലക്ഷം അല്ല, അത് നിങ്ങളിവിടെ കൂട്ടിയ നിങ്ങൾ
ഡിഫറൻസ് എന്നത് 2 ലക്ഷം 1 ലക്ഷം, ഇത് 1 ലക്ഷം. അപ്പൊ ഈ 1,44,000 മുകളിൽ 3/8, 1,44,000 ഇൻറ്റു 3/8, അതായത് 54,000. 54,000 ആർക്ക് കിട്ടും? എ കിട്ടും. രണ്ടാമത്തേക്കും 1,44,000 ഇൻറ്റു 3/8 എത്ര? 54,000. ലാസ്റ്റ് വൺ 1,44,000 ഇൻറ്റു 2/8 എത്ര കിട്ടും? 36,000. അങ്ങനെ ലാഭമായിട്ടുള്ള 1,44,000 രൂപ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എമംഗ് ദ എന്ത് നമ്മുടെ ഇവരുടെ ഇടയിൽ. ഏത് റേഷ്യോയിൽ? പഴമ ഓൾഡ് റേഷ്യോ. ഓക്കെ, അപ്പൊ അത് നമ്മൾ ലാഭം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഇത്രയും ആണ്. ഇനി ജേണൽ എൻട്രീസ്. അപ്പൊ റിവാലുവേഷൻ അക്കൗണ്ട് സ്റ്റോക്ക് ഇല്ല, റിവാലുവേഷൻ ഇനി അതിന്റെ എൻട്രീസ് എഴുതാം. ഇപ്പൊ നമ്മൾ എഴുതില്ല. ഇപ്പൊ നോക്കണേ, സ്റ്റോക്ക്, മിഷനറി, പ്രൊവിഷൻ ഓൺ ഡോക്ടബിൾ ഡെപ്റ്റ്. ഇത് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ തന്നത്? നമുക്ക് നഷ്ടമാണ്. നഷ്ടമാണെന്നുണ്ടെങ്കിൽ റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അതിന്റെ എൻട്രി ആണ് റിവാലുവേഷൻ 2,81,000. സ്റ്റോക്ക് 1 ലക്ഷം കുറഞ്ഞ വാല്യൂ, അതുകൊണ്ട് അത്. മിഷനറി 5 അതിന്റെ ഡിപ്രീസിയേഷൻ 10% വന്നു, അതിന്റെ വാല്യൂ കുറഞ്ഞു. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ് 22,000 കുറഞ്ഞു. സോ അപ്പോൾ അങ്ങനെ 25,000 അതിന് വേണ്ടി കൂടുതൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു. ലാബിലിറ്റി കൂടി, ഓട്ടോമാറ്റിക് 2,81,000 നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ബിൽഡിങ്ങിന് നമുക്ക് 4 ലക്ഷം ലാഭം കിട്ടും, കാരണം വാല്യൂ കൂടി. അസറ്റിന്റെ വാല്യൂ കൂടി, അവിടെ ലാഭം. പിന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് റെക്കോർഡ് ചെയ്യാത്തതുണ്ടായിരുന്നു, അതായത് നമുക്ക് കിട്ടാനുള്ള പൈസ. അത് എത്ര? 25,000 ഉണ്ടായിരുന്നു. അങ്ങനെ 4,25,000 റിവാലുവേഷൻ അക്കൗണ്ട് എന്ത് ചെയ്തു? നമ്മൾ ക്രെഡിറ്റ് ചെയ്തു, കാരണം ഇത് നമ്മുടെ ഇൻകം ആണ്. ഇനി ആ റിവാലുവേഷൻ മെറ്ററിൽ 1,44,000 ഉണ്ടായിരുന്നു എന്ത്? ലാഭം. ആ ലാഭം എന്ത് ചെയ്യണം? ഓൾഡ് റേഷ്യോയിൽ വീതിച്ചെടുത്തു, 3:3:2. സോ അപ്പൊ എത്ര കിട്ടി? 54,000 36,000 കിട്ടി. ഓക്കെ, ഇനി അപ്പൊ അതവിടെ കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യാൻ പോകും. ഓക്കെ, അപ്പൊ ഇനി പ്രോഫിറ്റ് ആൻഡ് ഷെയറിംഗ് റേഷ്യോ കാണാം. അപ്പൊ ഓരോരുത്തരും സാക്രിഫൈ ഓർ ഗെയിൻ ആണ് നോക്കും. ആദ്യം പിയുടെ ആദ്യത്തെ റേഷ്യോ 3/8 ആണ്. പുതിയ റേഷ്യോ 4/9 ആണ്. സോ തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 5/70. എന്താ? ഗെയിൻ ആണ്. അതായത് പിയുടെ വാല്യൂ കൂടുകയാണ്, അതായത് പിയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൂടി. ക്യൂടെയോ കുറയാണ് ചെയ്തത്. 3/8 ഉണ്ടായിരുന്നു, അത് 3/9. സാക്രിഫൈ ചെയ്യാം. ക്യൂയുടെ നഷ്ടമാണ് ക്യാപിറ്റൽ. ആറും സാക്രിഫൈ ചെയ്യാം. 2/8 ഉണ്ടായിരുന്നു, 2/9 ആയി. 2/75 72 കുറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയോ? ഈ റിവാലുവേഷൻ എമൗണ്ട് ഇല്ലേ, അതായത് എത്ര? 1,44,000. അതിന്റെ ഇനി അപ്പൊ ഇവിടെ പീക്ക് മാത്രം ഗെയിൻ അല്ലേ. അപ്പൊ പി എന്ത് ചെയ്യണം? ക്യൂക്കും ആറിനും നഷ്ടമാണ്. അപ്പൊ അതിന് തുല്യമായിട്ടുള്ള കുറച്ച് പൈസ കൊടുക്കും. അപ്പൊ ആ പൈസ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ നോക്കിക്കോ, പിയുടെ ഗെയിൻ എത്ര? 5 ഇൻറ്റു 3,00,000. കണ്ടോ? He has gained, he will debit the 5/72 of general reserve. ജനറൽ റിസർവിന് 3,60,000. അതല്ലടാ ഇവിടുത്തെ ജനറൽ റിസർവ്. 3,60,000. ആ 3,60,000 നമ്മൾ നേരത്തെ പഠിച്ചാട്ടോ. 3,60,000 5/72 ഭാഗം അതെത്ര? 25,000. അതില് 3/72 ഭാഗം ക്യൂനും 2/72 ഭാഗം ആറിനും ട്രാൻസ്ഫർ ചെയ്തു. അതിന്റെ എൻട്രി ആണ് ഈ കിടക്കുന്നത്. ക്യാപിറ്റല് 25,000. ഇപ്പൊ പിയുടെ ക്യാപിറ്റൽ കുറയും, ക്യൂയുടെയും ആറിന്റെയും ക്യാപിറ്റൽ എത്രയും 15,000 വെച്ച് കൂടും. എന്നിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. സോ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ക്യാപിറ്റൽ എഴുതുന്നു. ഇവിടെ തന്ന പ്രോഫിറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ് എന്നും. പിന്നെ നമ്മൾ എന്ത് എഴുതുന്നു? റിവാലുവേഷനിൽ ഇത്രയും പൈസ വരെ കിട്ടി, നമ്മളത് കണ്ടതാണ്. പിന്നെ എന്ത് ചെയ്തു? ക്യാപിറ്റൽ കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക, ക്യാപിറ്റൽ കുറയുമ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും. പിന്നെ ക്യൂയുടെ ക്യാപിറ്റൽ കുറയുന്നുണ്ട്, 15,000 10,000 രൂപ ക്യൂക്ക് കൊടുത്ത്, ക്യൂക്കും ആറിനും കൊടുത്ത്. സോ അത് എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പീക്ക് പിന്നെ ക്യൂയുടെയും ആറിന്റെയും ക്യാപിറ്റൽ കൂടുന്നുണ്ട്, 15,000 വെച്ച് കൂടി വരും. ബൈ പീസ് ക്യാപിറ്റൽ എന്നിട്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ അവരുടെ ക്യാപിറ്റൽ കിട്ടും.
എന്ത് ചെയ്യുക, ടാലി ആവും ബാലൻസ് ചെയ്യുമ്പോൾ ഓരോരുത്തരും ക്യാപിറ്റൽ. ആ ക്യാപിറ്റൽ എല്ലാം കൂടെ ഇവിടെ കൊടുത്ത് എഴുതി ക്യാപിറ്റൽ സൈഡിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. സൺഡ്രി ക്രെഡിറ്റേഴ്സ് എത്ര ഉണ്ട്, റിവാല്യൂ ചെയ്ത എമൗണ്ട് എഴുതണം കേട്ടോ. അതായത് ഇവിടെ ആദ്യം എത്ര സൺഡ്രി ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു, 2,40,000. ഇത് 25,000 കുറഞ്ഞില്ല. കാരണം നമുക്ക് എന്താ ഇവിടെ എഴുതിയിട്ടുണ്ട്, എ ലയബിലിറ്റി ഓഫ് 25,000 ഇൻക്ലൂഡ് ഇൻ ദ സൺഡ്രി ക്രെഡിറ്റർ ഈസ് നോട്ട് ലൈക്ലി ടു അറൈവ്. അത് ആക്ച്വലി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ 25,000 നമുക്ക് ലാഭമാണ്. അപ്പോൾ അത്രയും കുറക്കണം. കുറച്ച് എത്രയായിട്ട് എഴുതി, 2,15,000. ജനറൽ റിസർവിൽ ഒരു മാറ്റമില്ല, അത് അവിടെ തന്നെ എഴുതി. ക്യാഷ് അറ്റ് ബാങ്കിലും മാറ്റമില്ല. സൺഡ്രി ഡെബിറ്റേഴ്സ് 4,40,000, അതിൽ പ്രൊവിഷൻ കുറക്കണം. അപ്പോൾ എത്ര ആയിട്ടും സൺഡ്രി ഡെബിറ്റേഴ്സ് മാറും, കുറയും. എത്ര, 4,18,000. അത് മറ്റൊരു നമ്മൾ ലയബിലിറ്റീസ് അതിൽ കൂട്ടിയിട്ടുണ്ട്. സ്റ്റോക്ക് പിന്നെ റിവാല്യൂ ചെയ്യുന്നുണ്ട്, 11 ലക്ഷം. മിഷനറി എത്ര, അതിൻ്റെ വാല്യൂ കുറഞ്ഞു, 10% കുറച്ചു. ആ 10% കുറച്ചിട്ട് വേണം എഴുതാം. നേരത്തേതിനേക്കാൾ -10% കുറച്ചു. ബിൽഡിങ്ങിന്റെ വാല്യൂ കൂടി, 20 ലക്ഷം ആയിരുന്നു, 24 ലക്ഷം. രണ്ട് സൈഡും വാല്യൂ. അപ്പൊ ഇങ്ങനെയാണ് റിവാലുവേഷൻ ചെയ്യുന്നത്. അങ്ങനെയാണ് എന്ത്, റിവാലുവേഷൻ ഓഫ് എന്ത്, നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, റിവാലുവേഷൻ ചെയ്യുന്നത് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, റിവാലുവേഷൻ അക്കൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കാം, ജാൻഡ്രീസ് എങ്ങനെ എഴുതാന്ന് മനസ്സിലാക്കാം, അതിനനുസരിച്ച് ബാലൻസ് ഷീറ്റും ക്യാപിറ്റൽ അക്കൗണ്ടും ഒക്കെ എങ്ങനെ കിട്ടുന്നത്. ഓക്കെ, ഇതേപോലെ ഒരു സെയിം ക്വസ്റ്റ്യൻ ആണ് ഇല്ലുസ്ട്രേഷൻ 27. ഓക്കെ, 27, 29 തുടങ്ങിയുള്ളത്. സോ ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അഡ്ജസ്റ്റ്മെന്റ്സ് ഓഫ് റിസർവ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസസ്, അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഫോർ ടുഡേ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ടെസ്റ്റ് വെച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കണം. ഡൗട്ട്സ് എന്തെങ്കിലും ഓക്കെ.